പോലീസുകാർക്ക് രാഷ്ട്രീയക്കാരോട് പ്രത്യേകിച്ച് ഭരണപക്ഷമാണെങ്കിൽ അല്പം ബഹുമാനമൊക്കെ കാണും. ഈ ഡയലോഗ് പറഞ്ഞ അപ്പം നമ്മുടെ മനസ്സിലേക്ക് കടന്നെത്തുന്ന ആ മുഖം. പൊറ്റക്കുഴി ജോസ് മാത്രമല്ല, നിരവധി കഥാപാത്രങ്ങൾ. ഓരോ കഥാപാത്രങ്ങളിലും വ്യത്യസ്തമായ അഭിനയം, വ്യത്യസ്തമായ നിലപാടുകൾ. ആ നിലപാടുകളിലൂടെ നമ്മുടെ മനസ്സിൽ ഇടം നേടിയ മലയാളിയുടെ പ്രിയ നടൻ പ്രശാന്ത് പി അലക്സാണ്ടർ ഈ ഓണ ദിവസം ഓണവിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും ജീവിത കാഴ്ചപ്പാടുകളുമായി കൈരളി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. പ്രശാന്ത് ഏട്ടാ, ഒത്തിരി സന്തോഷം ഞങ്ങളോടൊപ്പം ഈ സമയം പങ്കുവെക്കുന്നതിൽ. ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമസ്കാരം. ഓണമാണ്, ഓണവിശേഷങ്ങളാണ് എല്ലായിടത്തും. അപ്പോൾ ഈ ഓണക്കാലം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും മലയാള സിനിമയ്ക്ക് നിങ്ങളെപ്പോലുള്ള നടന്മാർക്ക് കൂടുതലും ഓണ ലൊക്കേഷനുകളിലായിരിക്കാം, അല്ലെങ്കിൽ സിനിമാ ലൊക്കേഷനുകളിലായിരിക്കാം. ഇന്ന് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുമ്പോൾ ഓണം എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു ചിത്രം എന്തായിരിക്കും? സിനിമാ നടനായി മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണല്ലോ, ആ നിലയിൽ ഓണമായിട്ട് നല്ല വാക്കുകൾ കേൾക്കാൻ കഴിയുന്നൊരു വലിയ സന്തോഷമാണ്. പിന്നെ ഇപ്പം നമ്മളുടെ ജനങ്ങളെല്ലാവരും ആഫ്റ്റർ കോവിഡ് കൂടിച്ചേരലുകളും ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ അതിനൊക്കെ കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം മിക്ക ലൊക്കേഷനുകളിലും ഓണത്തിന് അവധിയാണ്. അപ്പോൾ ഓണത്തിനോടടുത്ത് ഉള്ള ദിവസങ്ങളിൽ ലൊക്കേഷനും അനുബന്ധിച്ച് തിരുവോണത്തിനോ അതിൻ്റെ തലേ ദിവസമോ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഓണം കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാലും ലൊക്കേഷനിൽ ഒരു ഓണസദ്യ പ്രതീകാത്മകമായി ഓണത്തിന് മുമ്പായിട്ട് നടത്തും. പിന്നെ ഓണക്കളികൾ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഒരു ഓണസദ്യ നടത്തും. നമുക്ക് മലയാള സിനിമയുടെ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് അറിയാമല്ലോ. ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്. വലിയ സിനിമകൾ ഉണ്ടാക്കുന്ന, വലിയ കണ്ടൻറ്റുകൾ പറയുന്ന ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്. അപ്പം ബഡ്ജറ്റിൽ അധിഷ്ഠിതമായി നിന്നിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡേ ബ്രേക്ക് ഫോർ ഓണം എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് ഒരാഘോഷങ്ങൾക്കും ചിന്തിക്കാൻ പറ്റില്ല. അതിപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ ഒരു ബർത്ത്ഡേ ആണെങ്കിലോ അല്ലെങ്കിൽ നായകൻ്റെ ഒരു ബർത്ത്ഡേ ആണെങ്കിലോ പോലും ഉച്ചയ്ക്കത്തെ ബ്രേക്ക് ടൈമിൽ ഒരു കേക്ക് കട്ട് ചെയ്ത് ആ ഒരു കുറഞ്ഞ ടൈമിൽ തീർത്ത് ബാക്കി സമയം ജോലി ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ലൊക്കേഷനിലുള്ളത്. അപ്പോൾ ഒരു ഓണസദ്യ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഞാൻ എബ്രിഡ് ഷൈനും നമ്മുടെ പ്രചോദ് കലാഭവൻ ഡയറക്റ്റ് ചെയ്യുന്ന എബ്രിഡ് ഷൈൻ്റെ സിനിമ പ്രേമപ്രാന്തിൻ്റെ ലൊക്കേഷനിലാണ്. അവിടെ അതൊരു ഓണമൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓണസദ്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ തരുമായിരിക്കും. പ്രൊഡ്യൂസർ ഇവിടെ ഉണ്ട്, ചിലപ്പോൾ തരുമായിരിക്കും ഇത് കേട്ടിട്ടെങ്കിലും. എന്തായാലും ഓണസദ്യ എല്ലായിടത്തും ഉണ്ടാവട്ടെ. അത് കാരണം ഞാൻ പ്രശാന്തോട് സംസാരിച്ച് തുടങ്ങിയ ആ ഒരു വാചകത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. അതായത് കോവിഡിന് ശേഷം ഈ ഇല്ലായ്മകൾ ഒന്നും നടക്കുന്നില്ല എന്നൊരു ബോധം വരുമ്പോൾ പിന്നീട് അത് കിട്ടുമ്പോൾ അതിനോട് കിട്ടുന്നൊരു സന്തോഷം വളരെ വലുതായിരിക്കും. ഈ ഓണം, ക്രിസ്മസ്, കോവിഡിന് ശേഷം നമുക്ക് ലഭിക്കുന്ന എല്ലാ ആഘോഷങ്ങളിലും ആ ഒരു മൂഡുണ്ട്. കാരണം കോവിഡ് ടൈമിൽ ഒന്നും ചെയ്യാണ്ടിരുന്ന പിന്നീട് കിട്ടുന്ന അവസരങ്ങളെ നമ്മളങ്ങ് എൻജോയ് ചെയ്യുകയാണ്. അതിനിപ്പോൾ ഏത് സാഹചര്യത്തിലുള്ളവരാണെങ്കിലും ഓണം ആഘോഷിക്കണം. പ്രത്യേകിച്ചും കുടുംബം, കുട്ടികൾ, കൂട്ടുകാർ, അവരുടേതായ ഇടങ്ങൾ, അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മടങ്ങിയെത്തുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ കാലത്തും റെസ്ട്രിക്ഷൻസിൻ്റെ ഇടയിൽ കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ളതും നമ്മൾ ഓർത്തിരിക്കുന്നതും. ഇപ്പം നമ്മളുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ കാലഘട്ടം ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിൽ അന്ന് നമ്മൾ ഒപ്പിച്ച തമാശകളും അന്ന് നമ്മുടെ കൂട്ടുണ്ടായിരുന്ന സുഹൃത്തുക്കളെ നമ്മളെപ്പോഴും ചെറിഷ് ചെയ്യും. കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കൂടിയ കാലഘട്ടമാണ്. എന്നിരുന്നാലും അവിടെയും നമ്മൾ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്. ആ റെസ്ട്രിക്ഷൻസിനിടയിൽ നമ്മൾ ഒപ്പിച്ചിട്ടുള്ള തമാശകളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ദൈവമേ, ഞാൻ ഇതൊക്കെ ഒരു കാലത്ത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം. അപ്പോൾ ഈ കോവിഡ് വരെ നമ്മളുടെ ജീവിതത്തിൽ ആഘോഷങ്ങളാവട്ടെ, യാത്രകളാവട്ടെ, എല്ലാം സംഭവിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാവാം, അല്ലെങ്കിൽ വന്നു ചേരുന്നതാവാം. ഇറ്റ് വാസ് ഓൾവേസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ഓണത്തിൻ്റെ സമയത്ത് ക്വാറൻറ്റൈനായിട്ട് നമ്മളെല്ലാവരും വീടുകളിൽ ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ വീട്ടുകാരുടെ മുഖം മാത്രം കണ്ടുകൊണ്ട് നമ്മുടെ വീടിനുള്ളിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഒരു സമാധാനമായിരുന്നു. കാരണം കുറച്ച് ദിവസം വീട്ടിൽ ഇരിക്കാമല്ലോ. ഈ അസുഖത്തിൻ്റെ പേടി, ഇത് പിടിച്ചാൽ എന്താവും എന്നുള്ളതിനെ പറ്റിയുള്ള ആശങ്ക എന്നുള്ളത് മാറ്റി നിർത്തിയ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഈ രോഗം നോർമലായി തുടങ്ങി. അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒന്ന് പഴയ പോലെ എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്തിരുന്നെങ്കിൽ, ആളുകളുള്ളൊരു സ്ഥലത്ത് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരും ചേർന്നിട്ടൊരു ഗെറ്റ് ടുഗദർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് നമുക്ക് ആ സമയത്താണ്. ഇതൊന്നും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അല്ലായിരുന്നു. ഇതൊക്കെ നമുക്ക് ലഭിച്ചിരുന്ന അനുഗ്രഹങ്ങളാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ കൂടി.
അപ്പം ഈ കോവിഡ് ലിഫ്റ്റായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പറയുന്ന ഗ്യാതറിങ്ങുകളൊന്നും മിസ് ചെയ്യാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ആൾക്കാരെത്തി. ഈ ക്വാറന്റൈൻ സമയത്ത് അതിദാരിദ്ര്യവും ഭാവിയെപ്പറ്റി ഭയങ്കര ടെൻഷൻ ഉണ്ടാകുകയും ആശങ്കകളിൽ പെടുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ ഭാഗം ജനങ്ങളുണ്ട്. നാളെ എന്താവെന്നറിയില്ല. വരുമാനം നിലച്ചുപോയ ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ അതിൽ പെടുന്ന ആൾക്കാരാണ്. നമുക്കൊക്കെ ജോലി ചെയ്താലല്ലേ വരുമാനമുള്ളൂ, അല്ലാതെ നമ്മളെ സർക്കാർ നോക്കുന്ന തരത്തിലുള്ളൊരു അവസ്ഥയൊന്നുമില്ല. നമ്മളൊക്കെ ഡെയിലി വേജസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പിന്നെ അതിൻ്റെ അളവിൽ വ്യത്യാസമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ സേവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കുറേ പേരുണ്ട്. അവരൊക്കെയും ഈ കാലഘട്ടത്തിൽ അതിഭീമമായ മാനസിക പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് ലിഫ്റ്റായി വന്നപ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ എത്രയൊക്കെ കൂട്ടി വെച്ചാലും സന്തോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിൽ വലിയ കാര്യമില്ല എന്നൊക്കെയുള്ള തിരിച്ചറിവിലേക്ക് എല്ലാ മനുഷ്യനും എത്തുകയും, അപ്പോൾ ആഘോഷങ്ങൾക്ക് കുറച്ചും കൂടെ കളറ് കൂടുകയും കൂടിച്ചേരുകൾക്ക് കുറച്ചും കൂടെ അർത്ഥം ഉണ്ടാവുകയും ഭയങ്കര രസകരമായി തീരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചേഞ്ച് ആണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ആഫ്റ്റർ കോവിഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എനിക്കൊന്ന് മിനിമലൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലേ? അതായത് മിനിമലൈസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. കോവിഡിൽ ഇപ്പോൾ ഒരു ആഘോഷമാണെങ്കിൽ പോലും കുറച്ച് ആളുകൾ മതി. മിനിമലൈസ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചത് ആദ്യത്തെ 1-2 വർഷത്തേനൊക്കെ മാത്രമേ ഉള്ളതാണ്. പിന്നെയും കല്യാണങ്ങൾ പഴയ പോലെ ആയിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന് ഒരു 5 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു കല്യാണം പോയിരുന്നെങ്കിൽ ഇന്നത് 15-20 ലക്ഷമായി മാറുന്നുണ്ട്. അപ്പോൾ മിനിമലൈസേഷനൊക്കെ ചെറുതായിട്ടൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഈ കോവിഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തെ നമ്മൾ പല രീതിയിൽ മാറ്റിവെക്കുമ്പോൾ, ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതിരുകൾ അല്ലെങ്കിൽ അരുതുകൾ കേൾക്കുമ്പോൾ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു സമയത്ത് ഇരുന്നുകൊണ്ട് ആ ഒരു കോളേജ് കാലത്തെ അല്ലെങ്കിൽ ആ ടൈമിലെ നാട്ടിൻപുറത്തെ ആ ഒരു ജീവിതത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയാൽ, അങ്ങനെ ലൈഫിൽ പെട്ടെന്ന് ചെയ്തൊരു അരുത് ഏതായിരിക്കും? അങ്ങനെ ഒരു സാധനം എനിക്ക് കോളേജ് കാലഘട്ടത്തിലല്ല, എനിക്ക് സ്കൂൾ കാലഘട്ടത്തിലാണ് ആ അരുത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നത്. കാരണം ഞാനൊരു വൈദികൻ്റെ മകനാണ്, പള്ളിയിലച്ഛൻ്റെ മോനാണ്. അപ്പം നാട്ടുകാരെനിക്ക് സാധാരണ ആൾക്കാർക്ക് കൊടുത്തതിനെക്കാട്ടി കൂടുതൽ അരുതുകൾ എനിക്ക് തന്നിട്ടുണ്ട്. നാട്ടുകാരും സ്കൂളും ഇതുമൊക്കെയാണ്. അച്ഛൻ്റെ മോനാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര മര്യാദയിലും ദൈവഭക്തിയിലും വളർന്നു വരുന്നൊരു കുട്ടിയാണെന്ന് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ഫാദർ എനിക്ക് നല്ല സ്വാതന്ത്ര്യം തരികയും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരികയും ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ നീ അത് ചെയ്താലും നിനക്ക് കൊള്ളാം, ചെയ്തില്ലേലും നിനക്ക് കൊള്ളാം എന്ന് പറയുന്നൊരു ഫാദർ, അല്ലാതെ ചെയ്യരുത് എന്ന് പറയുന്നൊരു ഫാദറല്ല. അപ്പോൾ അത് ഒരു ശീലത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ, ഇപ്പോൾ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചേട്ടന്മാരെന്ന് പറയുന്നത് 3-4 പ്രാവശ്യം തോറ്റിട്ടൊക്കെ വന്നിട്ടുള്ള മീശയൊക്കെ മുളച്ച ചേട്ടന്മാരാണ്. അപ്പോൾ അവർ ചിലപ്പോൾ സ്കൂൾ ക്യാമ്പസിലൂടെ സേർട്ടൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ രാവിലെ പിള്ളേരുടെ ഇടയിൽ കൂടെ നടക്കും പേടിപ്പിക്കാനൊക്കെ ആയിട്ട്. അപ്പം അതിലൊരാളിങ്ങനെ സേർട്ട് വലിച്ചിട്ട് ആ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് എന്തോ ചെയ്യാൻ പോയപ്പം ഇടയ്ക്കൊരു ഗ്യാപ്പിൽ ഞാനൊന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കാം, ഞാനിങ്ങനെ എടുത്തിട്ടൊന്ന് ഊതിയിട്ട് അവിടെ വെച്ചു. ഒന്ന് ഊതി വെച്ചതേ ഉള്ളൂ. നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ, വായിക്കൂടെ പുകവിടുന്ന കാണാൻ നമുക്കും ആഗ്രഹമുണ്ടല്ലോ. എനിക്ക് പോയി കടയ്ക്ക് മേടിച്ച് വലിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അന്ന് വൈകിട്ട് ഞാൻ വീട്ടിലെത്തിയതും പപ്പ ചോദിച്ചത് സേർട്ടൊക്കെ വലിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് സ്കൂളിൽ നിന്ന് 4 മണിക്ക് വിട്ടിട്ട് 4 മണിക്ക് വിട്ടാൽ 4:05 ബസ്സുണ്ട്. ആ ബസ്സിന് കയറി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ മൂപ്പര് ഇത് നേരത്തെ അറിഞ്ഞിരിക്കുന്നു. അതാണ് എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ വീടിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ 9:30 നടന്ന കാര്യമാണ്. ഞാനത് മറന്നേ പോയി. വൈകുന്നേരം അപ്പം ഞാൻ സേർട്ട് വലിയോ, നീ ഇന്ന് രാവിലെ സ്കൂളിൽ സേർട്ട് വലിച്ചെന്ന് എനിക്കൊരു അറിവ് കിട്ടിയല്ലോ. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ഇങ്ങനൊന്ന് വായിക്കൂടെ പോയിട്ടിട്ട് അതവിടെ വെച്ചു. കാരണം ഈ ചേട്ടൻ കാണുന്നതിന് മുമ്പ് ഇത് വെക്കണമല്ലോ തിരിഞ്ഞത്. അപ്പം ഞാൻ ആകെ പേടിച്ചു. ഇനിയിപ്പോൾ അടി പൊട്ടിയിലെ ബഹളം. എന്നിട്ട് എങ്ങനെയുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ വലിച്ചിട്ട് ഇങ്ങനെ ഊതിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല, വലിച്ചിട്ട് അകത്തോട്ട് എടുക്കണം, എങ്കിലേ അതിൻ്റെ ഒരു സാധനം അറിയത്തില്ല. ഞാൻ പറഞ്ഞു അത് ചെയ്തില്ല എന്ന് പറഞ്ഞു. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ഒരെണ്ണം മേടിച്ചു തരാം, എന്നിട്ട് അത് മുഴുവൻ നിന്നെക്കൊണ്ട് ഞാൻ അങ്ങനെ വലിപ്പിക്കും, എന്നിട്ട് അതിൻ്റെ സുഖം നീ അറിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ ആകെ വെള്ളം എടുത്തിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അറിയാതെ പെട്ടെന്ന് ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ വലിച്ചാലും നിനക്ക് കൊള്ളാം, വലിച്ചില്ലെങ്കിലും നിനക്ക് കൊള്ളാം, നിനക്ക് വലിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ചു തരും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആണ് അങ്ങനത്തെ ഒരു ഫാദറാണ് എനിക്കുണ്ടായിരുന്നത്. എന്നാലും ഈ കുസൃതികൾക്കും പരിപാടികൾക്കൊന്നും ഒരു കുറവില്ല. നമുക്ക് റെസ്ട്രിക്ഷൻസ് ഭയങ്കരമുള്ളൂ. നമ്മൾ അന്ന് സ്കൂൾ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള പരിപാടികളെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന, അതായത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അന്ന് കുവൈറ്റ് വാർ നടന്നിട്ട് കുറേ പേര് നാട്ടിൽ വന്ന കൂട്ടത്തിൽ കുവൈറ്റിൽ നിന്നൊരു കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തു.
അപ്പം നമുക്ക് പൊതുവേ ഈ വെളിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര മിടുക്കാണെന്നുള്ളൊരു ചിന്ത പൊതുവേ നമുക്കുണ്ടല്ലോ. ഇവർക്ക് ഇച്ചിരി മിടുക്ക് കൂടുതലുണ്ട് താരം. അപ്പം ഇവക്കിട്ടൊരു പണി കൊടുക്കണം. കാരണം ഇവളുടെ കയ്യിൽ പൈസ ഉണ്ട്, എന്നും മുട്ടായി മേടിക്കുന്നു, ലോലിപ്പോപ്പ് മേടിക്കുന്നു. പെൺപിള്ളേർക്കെല്ലാം ആകെ 15 വരെ ക്ലാസ്സിലുള്ളൂ. 10 ആണുങ്ങളും 5 പെണ്ണുങ്ങളും, 6 പെണ്ണുങ്ങളും 9 ആണുങ്ങളും, 15 വരെ ക്ലാസ്സിലുള്ളൂ. അപ്പോൾ ഈ 6 പെണ്ണുങ്ങളും ഡെയിലി ലോലിപ്പോപ്പൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ നമുക്കിത് കിട്ടുന്നില്ല. ഇവളാണ് ഫണ്ടർ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ പറ്റി ഇവൾ ടീച്ചറിനോട് കംപ്ലയിൻറ്റ് പറയും, കൂട്ടുകാരനോട് അടി കിട്ടുകയൊക്കെ ചെയ്ത വാശിയിൽ ഞങ്ങൾ പുള്ളിക്കാരിയുടെ പേഴ്സ് അടിച്ച് മാറ്റി. ഒരു ദിവസം പേഴ്സ് അടിച്ച് മാറ്റിയിട്ട് ആ പൈസ കൊണ്ട് ഐസ്ക്രീം ഒക്കെ തിന്നിട്ട് ഈ പേഴ്സ് എടുത്ത് കളഞ്ഞ് സ്കൂളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അവിടുന്ന് ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ആസ്പെറ്റോ ഷീറ്റ് താഴോട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഫ്ലോറിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മുകളിലായിട്ടുള്ള ഈ പൈസ എടുത്തിട്ട് പെട്ടെന്ന് ആസ്പെറ്റോ ഷീറ്റിൻ്റെ മുകളിലെ ചെടികൾക്കിടയിലോട്ട് എറിഞ്ഞിട്ട് ഞങ്ങൾ പോയി ഐസ്ക്രീം ഒക്കെ തിന്നിട്ട് വന്നപ്പം കൊച്ചു ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ബഹളങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ പറയുന്നുണ്ട്, ആരടി നീ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ലായിരിക്കും, നീ വീട്ടിൽ പോയി നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഈ സിനിമകൾ കണ്ടിട്ടുള്ള ഭയങ്കര ഇതാണല്ലോ. പക്ഷേ ടീച്ചർമാർ വന്നിട്ട് ഡയറക്റ്റ് എന്നെയും ഇതെടുത്ത എൻ്റെ ഫ്രണ്ടിനെയും, ഞങ്ങൾ 3 പേരാണ് ഈ ക്രൈമിലെ പങ്കാളികൾ, ഞങ്ങളെ 3 പേരെ മാത്രം വിളിച്ച് മാറ്റി നിർത്തി ചോദ്യം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അന്നേ ഇച്ചിരി കുരുട്ടുകൂത്തി ഉള്ളു. അപ്പം ഞാൻ മനസ്സിലാക്കി ഞങ്ങളെ 3 പേരെ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്തോ ക്ലൂ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, തെളിവുണ്ട്. അല്ലെ പിന്നെ ഞങ്ങളെ 3 പേരെ മാത്രം വിളിക്കത്തില്ല. അപ്പം ഞാൻ മറ്റവന്മാർക്ക് കണ്ണ് കാണിച്ച് സറണ്ടർ ചെയ്ത് രക്ഷയില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ടീച്ചറിൻ്റെ മോനുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഓർത്തില്ല. ഞങ്ങളുടെ ക്രൈമിൻ്റെ പ്ലാനിങ്ങിൽ പെട്ടെന്നുണ്ടായൊരു ക്രൈമായപ്പോൾ അപ്പോൾ ടീച്ചർമാർ പറഞ്ഞു, നിങ്ങൾ പേഴ്സ് വലിച്ചെറിയുന്ന താഴത്തെ കുട്ടികൾ കണ്ടു എന്നൊക്കെ പറഞ്ഞ്. അപ്പം എടുത്തവനെയാണ് ടാർഗറ്റ് ചെയ്തത്. അവനാണ് എടുത്തത് എന്ന് മാത്രം അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു മാത്രം. ഞങ്ങൾ ആരും വരുന്നുണ്ടെന്ന് നോക്കാൻ നിന്ന കൂട്ടത്തിലെ ആൾക്കാർ. അപ്പോൾ അവനോട് പറഞ്ഞു, വീട്ടിൽ പോയി അച്ഛനെ അമ്മയും വിളിച്ചുകൊണ്ട് പോകാം, എന്നിട്ട് മതി ബാക്കി. 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. നമ്മളുടെ അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തൊരു തെറ്റാണ്. അപ്പം പക്ഷെ എന്നാലും എൻ്റെയൊക്കെ കുരുട്ടുകുത്തി ഞാൻ അതിലേക്ക് ഇപ്പരുത്. ഞാൻ ടീച്ചറിനോട് പറയാം, ടീച്ചറെ അവൻ്റെ ഫാദർ ഭയങ്കര പ്രശ്നക്കാരനാണ്, ഒന്നുമില്ലെങ്കിലും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും തല്ലുകയും ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ പോയി വിളിച്ചോണ്ട് അവൻ വീടെത്തത്തില്ല, അവൻ വല്ല കടുങ്കയും കാണിക്കുമെന്ന് എൻ്റെ പേടി. 7ാം ക്ലാസ് സിനിമയുടെ എഫക്റ്റ്. അന്നത്തെ സിനിമകളിലൊക്കെ ഇങ്ങനെയാണല്ലോ, പ്രണയനിരാശ, ആത്മഹത്യ, മറ്റേതൊന്നും ആത്മഹത്യ, ഒളിച്ചോട്ട്, ആകെ പ്രശ്നങ്ങളാണല്ലോ സിനിമയിൽ. മൊത്തം സംഘർഷങ്ങൾ ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞാൽ അവൻ കടുങ്കൈ എന്തെങ്കിലും ചെയ്യും, ടീച്ചറെ അങ്ങനെ ചെയ്യാതിരിക്കുക ബുദ്ധി എന്ന് വെച്ചപ്പോൾ ടീച്ചർമാർക്കും തോന്നി ശരിയാണല്ലോ. അപ്പോൾ ടീച്ചർമാർ പിന്നെ അവനെ വിളിച്ചിരുത്തി ഉപദേശിച്ച്, പിന്നെ അവൻ്റെ സിസ്റ്റേഴ്സ് സ്കൂളിൽ പഠിക്കുന്നുണ്ട്, സിസ്റ്റേഴ്സ് വഴി അമ്മയെ വിളിച്ച് വരുത്തിച്ച് ഞങ്ങൾ 2 പേരും രക്ഷപ്പെട്ടു. എന്നാലും പുള്ളിക്ക് ഒരാഴ്ച എന്തോ ഒന്ന് ഒരു പണിഷ്മെൻ്റ് എന്തോ കൊടുത്തപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ആ പ്രായത്തിൽ. ചെറിയ കളികളല്ലായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞാൻ പത്തനംതിട്ടക്കാരിയാണ്. അപ്പം ഈ പറയുന്നതിനകത്ത് ഈ സ്പോട്ട് ചെയ്ത് ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പം തന്നെ അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ കൂട്ടുകാരനെ രക്ഷപ്പെടുത്താം, ഈ ഒരു രീതി നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ? നമ്മൾ എന്തിലും, പ്രത്യേകിച്ചും തിരുവല്ലക്കാരിപ്പം നമ്മളൊരാളോട്, എൻ്റെതാണല്ലോ, ഇപ്പം നമ്മളൊരാളോട് സുഖമാണോ എന്ന് ചോദിച്ചാൽ ആ സുഖമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഫേസും കാര്യങ്ങളും എല്ലാം മാറും. താങ്കളുടെ സിനിമകളിലും ഒരു സമാന ക്യാരക്ടറുകൾ വരുന്നില്ലേ? ഇപ്പോൾ പൊറ്റക്കുടി ജോസ് ഉൾപ്പെടെയുള്ള ക്യാരക്ടേഴ്സ് നോക്കുമ്പോഴേ. ഞാനൊരു ട്രെയിൻഡ് ആക്ടറൊന്നുമല്ല. ഞാൻ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇന്ന കഥാപാത്രം ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞ് മുമ്പേ ഡിസൈഡ് ചെയ്തിട്ട്, എന്താണ് അതിന് പറയുക, മെത്തേഡ് ആക്ടിങ് എന്ന് പറയുന്നത്, അതൊന്നും ഇല്ല. അത് അറിയത്തില്ല, നമ്മളത് പഠിച്ചിട്ടുമില്ല, അതിനെപ്പറ്റി ബോധവാനുമല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ നമ്മളുടെ നാടിൻ്റേതായിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ, പരിപാടികൾ ഒക്കെ നമ്മുടെ ഇതിനകത്തുണ്ടാവും. അപ്പോൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടുകാർ എന്നാ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഓ എന്നേ പറയത്തുള്ളൂ, അല്ല സുഖമാണെന്നൊന്നും പറയത്തില്ല. ഈ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ സുഖമാണോ എന്നുള്ള സാധനം വേറെ രീതിയിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. സുഖം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടൊരു സാധനം. അപ്പോൾ നമ്മൾ തിരിച്ച് സുഖം. ഇത് സിനിമയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഭാഷ കേട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ അളി എന്നെ ഉണ്ടോ, എങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും, ആ കുഴപ്പമില്ലോ, ഈ കുഴപ്പമില്ല ആണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു ഉത്തരം. അപ്പോൾ ആ കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ എത്ര വലിയ ഇപ്പോൾ ലോട്ടറി അടിച്ചാലും ഇവിടെ ലോട്ടറി അടിച്ചിട്ട് എങ്ങനെ ഉണ്ടോ, ആ കുഴപ്പമില്ല, ഇനി പൈസ എല്ലാം കൂടെ ഇവിടെ കൊണ്ട് വെക്കണമെന്നുള്ളതാണ്. ഇത് നമ്മളുടെ നാടിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ നാട്ടിലും ഇതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കൂടുതലും നോട്ടീസ് ചെയ്തേക്കുന്ന നമ്മുടെ, അപ്പം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അഭിനയത്തിലും ഈ പറയുന്ന ഒരു സാധനം കയറി വരുന്നുണ്ടാവാം, ചിലപ്പോൾ ആ ശൈലി വരുന്നുണ്ടാവാം.
നമ്മൾ ഏത് കഥാപാത്രമായാലും ഞാൻ തന്നെയല്ലേ. അതെ, ഞാൻ ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കണം ചോദിച്ചൊരു ചോദ്യമല്ല കേട്ടോ. ഞാൻ ചോദിക്കാൻ കാര്യമുണ്ട്. കാരണം ഈ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ഞാനിങ്ങനെ നോക്കുമായിരുന്നു, പകുതി വാക്കുകളും പകുതി എക്സ്പ്രഷൻസുമാണ്. അതായത് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് കൃത്യമായി കാര്യങ്ങൾ കിട്ടാനുള്ള എക്സ്പ്രഷൻസ് കൃത്യമായി ഈ പറഞ്ഞതുപോലെ തന്നെ പ്ലാൻ ചെയ്ത് പറയുന്നതല്ല, അതിങ്ങനെ സ്വാഭാവിക ശൈലിയിൽ വരുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ചോദ്യം ഒരു ഒരു നാടിൻ്റെതായ ഒരു രീതിയാണല്ലോ എന്ന് തോന്നിയത്. ഞാനും ഈ പറഞ്ഞപ്പോഴാണ് ഞാൻ ശരി അങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇതന്നെ അങ്ങനെ ആണോ, അതായത് അതിൽ ഒരു വാക്ക് ക്വസ്റ്റ്യൻ ഈ എക്സ്പ്രഷൻസിൽ പോകും. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇത്രയൊക്കെ എക്സ്പ്രസ് ചെയ്തിട്ട് എന്തോരം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാനെന്നറിയും. അത് ലോകം അങ്ങനെയാണല്ലോ. ഇവിടെ ഈ പറഞ്ഞ തെറ്റിദ്ധാരണയിൽ വരുമ്പോൾ നമ്മുടെ നിലപാടുകൾ പലപ്പോഴും ഈ പറഞ്ഞ ചോദ്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഞാനിപ്പോൾ ഇങ്ങനെ പ്രശാന്തനെ ഇൻ്റർവ്യൂ ചെയ്യണം എന്നൊരാഗ്രഹം എനിക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ ഈ കണ്ട ഇൻ്റർവ്യൂസിൽ കൂടുതൽ വന്ന റീൽസിൽ ഇത് രാഷ്ട്രീയപരമായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾക്കൊക്കെ വ്യത്യസ്തമായിട്ട് ഇൻസ്റ്റാ റീൽ നോക്കുവാണെങ്കിൽ അതിൽ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എനിക്ക് വേണ്ടപ്പെട്ടവരെ അത്ര കണ്ട് വേദനിപ്പിക്കും, അതെൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവാണ്, ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അപ്പം അതാണ് കൂടുതലും ഈ റീലുകൾ ഏറ്റവും കൂടുതൽ കിടന്ന് കറങ്ങിയിട്ടുള്ളത്. മാറ്റിയോ അത്? അല്ല, അത് ആക്ച്വലി എന്താണെന്നറിയോ, അത് ആ പറഞ്ഞ വാക്കുകൾ മാത്രം എടുത്ത് കേൾക്കുമ്പോഴാണ് വേദനിപ്പിക്കുക. നമ്മൾ എത്ര സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ച് ചേർത്ത് ഇടിക്കുമോ അല്ലെങ്കിൽ പിച്ചുവോ മാന്തുവോ, അങ്ങനെയല്ലല്ലോ. തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ആക്ച്വലി അതിൻ്റെ ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആൾക്കാരോട് നമ്മൾ സത്യം പറയും എന്നുള്ളതാണ്. ഒരാൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, അയാളൊരു ഭയങ്കര ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ മെനക്കെട്ട് ഒരുങ്ങി എൻ്റെ മുമ്പിൽ വന്നിട്ട് എടാ എങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് മോശമാണെങ്കിൽ ആണെങ്കിൽ അങ്ങോട്ട് വർക്കായിട്ടില്ല എന്ന് പറയുന്നതാണ് എൻ്റെ ശീലം. അല്ലാതെ കുഴപ്പമില്ല നല്ല കൊള്ളാം എന്ന് പറഞ്ഞ് സൂചിപ്പിച്ച് സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടി സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരെ നമ്മൾ കാണിക്കാറില്ല. അത് ചിലപ്പം ചിലർക്ക് ചില വേദനയാവും. അത് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് പ്രോസസ്സിലായിരിക്കും കൂടുതൽ ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ ചോദിക്കുക. ഒരാളൊരു കഥയുണ്ടാക്കുമോ, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് അത് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് എങ്ങനെയുണ്ടോ ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടാ ഇതൊക്കെ എത്ര കാലം മുമ്പേ കഴിഞ്ഞു പോയ സാധനങ്ങളാണ്, അതിനൊരു ഇമ്പാക്റ്റില്ല ഈ ഒരു ഇമ്പാക്റ്റില്ല എന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ തുറന്നു പറയും. അത് അല്ലാത്ത ഒരാളോട് എനിക്കത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാതന്ത്ര്യം അല്ല, എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ എനിക്കറിയാം. ഇവനോടുള്ള സത്യം പറഞ്ഞാൽ അവന് വേദനിച്ചാലും അവൻ എൻ്റെ സുഹൃത്താണെങ്കിൽ അവൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ആ കറക്ഷൻസ് ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടേണ്ട, അല്ലെങ്കിൽ എന്നോട് പിണങ്ങേണ്ട ഒരു ആവശ്യം ഇല്ല. അങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാം നല്ലത് മാത്രമെന്ന് വിചാരിച്ച് വരുന്നവൻ എൻ്റെ സുഹൃത്തുമല്ല. അപ്പോൾ അങ്ങനത്തെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എൻ്റെ കുറവുകളും ഇതിപ്പോൾ എൻ്റെ ഒരു കുറവായിട്ട് ഞാൻ കാണുന്നൊരു കാര്യമാണ്. എനിക്ക് കുറച്ചും കൂടെ സോഫ്റ്റാക്കി ഈ സത്യം അവതരിപ്പിക്കാൻ പറ്റും. അത് ഭയങ്കര വലിയൊരു കഴിവാണ്. ഇപ്പോൾ നമുക്കൊരു നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മോട്ടിവേറ്റിംഗ് ആയിട്ട് പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവാണ്. അപ്പോൾ ആ കഴിവ് എനിക്കൊരു കാലത്തില്ലായിരുന്നു. ഇന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷെ അതെനിക്ക് എൻ്റെ ആ സ്വഭാവം നെഗറ്റീവാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൽ വർക്ക് ചെയ്ത് ഇതെങ്ങനെ നന്നാക്കി പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ പിച്ച വെച്ച് നടക്കലിൽ ഞാൻ നന്നാക്കി പറഞ്ഞത് പലതും സത്യമായിട്ട് പറഞ്ഞതിനേക്കാളും മോശമായി തിരിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ അനുഭവങ്ങളുണ്ട്. പിന്നെ അത് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് ഡെഫിനറ്റ്ലി നമ്മളൊരു പുതിയൊരു വേ ഓഫ് പ്രസൻറ്റേഷൻ പഠിക്കുകയല്ലേ, നമ്മളിതൊന്നും പഠിച്ചിട്ടല്ലല്ലോ ലോകത്തോട്ട് വരുന്നത്. നമ്മളുടെ ജീൻ, നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും നമ്മളുടെ പൂർവികന്മാരുടെയും ഒക്കെ സ്വഭാവത്തിൻ്റെ അംശങ്ങൾ നമ്മുടെ ശരീരത്തിലും നമ്മളുടെ സ്വഭാവത്തിലും എല്ലാം ഉണ്ടാവും. നമ്മൾ വേറൊരാളായി മാറുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളതിനെയും ആവശ്യമില്ലാത്തതിനെയും സ്വീകരിച്ച് സ്വയം നവീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നതിലൂടെയാണ് നമ്മളത് അല്ലാതാവുന്നത്. അപ്പം എനിക്ക് തെറ്റെന്ന് തോന്നിയ എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് ശരിയല്ലാത്തതെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ കറക്റ്റ് ചെയ്ത് നന്നാക്കാൻ ശ്രമിക്കുന്നതിലൂടെയാണ് ഞാൻ എന്തായിരുന്നോ അതിൽ നിന്ന് ഞാൻ മാറിത്തുടങ്ങുന്നത്. അപ്പോൾ ആ കറക്റ്റ് ചെയ്ത് വരുന്ന കൂട്ടത്തിൽ എനിക്ക് പാളിച്ചകൾ പറ്റാം. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ ഞാൻ വേദനിപ്പിക്കുമെന്ന് പറയുന്ന എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവരോട് ഞാൻ സത്യം പറയും എന്നുള്ളതാണ്. ആ സത്യത്തിൻ്റെ മുഖം എപ്പോഴും പലപ്പോഴും വികൃതമായിരിക്കും. അപ്പോൾ അത് ആ സത്യത്തെ എങ്ങനെ സുന്ദരമായിട്ട് അവതരിപ്പിക്കാം എന്നുള്ള ട്രേഡ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചിലപ്പോൾ കുറച്ച് കാലം കൂടെ കഴിയുമ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ ആ ലെവലിലേക്കൊക്കെ എത്തുക. അതുകൊണ്ടാണ് ഇപ്പം നമ്മളുടെ നമുക്കുണ്ടാകുന്ന മക്കൾ വളർന്നൊരു 18, 19, 20 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ അവർ നമ്മളെ, ചിലപ്പോൾ 20, 25 കഴിഞ്ഞിട്ട് അവർ നമ്മളെ ശ്രദ്ധിക്കത്തുള്ളൂ. അന്നേരത്തേക്ക് ആ സമയത്തേക്ക് നമ്മൾ ഒരു 50 വയസ്സിന് മുകളിലൊക്കെ എത്തി നമ്മൾ ഈ പറയുന്ന കറക്ഷൻസിലൂടെ പോയി കുറച്ചും കൂടെ നല്ലൊരു മനുഷ്യനെ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ മക്കൾക്കും മിക്ക മക്കൾക്കും ഭൂരിപക്ഷം മക്കൾക്കും അവരുടെ മാതാപിതാക്കൾ സൂപ്പർ ഹീറോസായിട്ട് മാറുന്നതും ഒക്കെ. അപ്പോൾ പക്ഷേ ഇവരെല്ലാം ഈ പ്രശ്നങ്ങളിലൂടെയും ചാപതലത്തിലൂടെയും ഒക്കെ നടന്നു പോയിട്ടുള്ള മനുഷ്യരാണ്. ആരും പെർഫെക്റ്റായിട്ട് വന്നു പോയിട്ടില്ല. വളരെ ചുരുക്കം ആൾക്കാർ
എനിക്ക് അത്ഭുതം തോന്നുന്ന ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും പക്വത വന്നത്, മെച്യൂരിറ്റി വന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പല ആൾക്കാരെയും കാണും. പക്ഷെ അത് അവരുടെ രക്തത്തിലുള്ള ജീനിലുള്ള ഒരു ക്വാളിറ്റിയാണ്. ഈ നമ്മുടെ മലയാള സിനിമ പ്രത്യേകിച്ചും നമുക്ക് ഈ താരാരാധനയൊന്നും മലയാളികൾക്ക് അത്രയധികം ഭീകരമായിട്ടില്ല എങ്കിലും ഈ അഭ്രപാളിയിലെ താരങ്ങളോടൊരു നിങ്ങൾ ജീവിക്കുന്ന ജീവിതം മറ്റൊരു ജീവിതമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നിങ്ങൾ ജീവിക്കണം എന്നൊരു നിലപാട് മലയാളിക്കുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനൊരു അനുഭവം, അല്ലെങ്കിൽ അങ്ങനെ അല്ലാണ്ട് നമ്മൾ സ്വത്വത്തോടു കൂടി നിന്നതിൻ്റെ പേരിൽ ഈ തെറ്റിദ്ധരിക്കപ്പെടുകയോ ഈ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരികയോ ചെയ്തിട്ടുണ്ടോ? മലയാളിക്ക് സിനിമാ താരങ്ങളോട് മാത്രം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെന്നില്ല. അത് മലയാളിക്കെന്നല്ല, മലയാളിക്കാവട്ടെ, തമിഴിനാവട്ടെ, കന്നഡികനാവട്ടെ, തെലുങ്കനാവട്ടെ, നോർത്ത് ഇന്ത്യൻ ആവട്ടെ, സിക്കിനാവട്ടെ, അങ്ങനല്ല. പൊതുസമൂഹത്തിന് മാസിനൊരു ഒരു ഒരു പൊതു സ്വഭാവം രൂപീകരിക്കപ്പെട്ടു. അതിൽ വ്യത്യസ്തരുണ്ട്. അതൊരു മൈനോറിറ്റി ആയിട്ട് മാറുകയും പൊതുസമൂഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവം രൂപപ്പെട്ടു വരികയും ചെയ്യും. അതിൽ അവർ നോക്കുന്നത് ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. അതിൽ സിനിമാ നടന്മാർ വരും, ക്രിക്കറ്റ് കളിക്കാർ വരും, പൊളിറ്റീഷ്യൻസ്, സ്പോർട്സ് പേഴ്സൺ വരും, പൊളിറ്റീഷ്യൻസ് വരും, സാംസ്കാരിക നായകന്മാർ എല്ലാവരും വരും. അപ്പോൾ ഒരു കഥാകൃത്തിൻ്റെ കഥകൾ വായിച്ചിട്ട് അതിലെ ആശയങ്ങൾ കണ്ടിട്ട് ഈ കഥാകൃത്ത് ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മളുടെ മനസ്സിലൊരു ധാരണ വരും. സിനിമയിലെ കഥാപാത്രങ്ങളെ കണ്ടിട്ടൊരു നടൻ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നൊരു പൊതുധാരണ സമൂഹത്തിൻ്റെ മനസ്സിൽ വരും. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും അയാളുടെ പ്രതികരണങ്ങൾ കേൾക്കുകയും ചെയ്തിട്ട് അയാൾ ഇങ്ങനെ ഒക്കെ ആയിരിക്കും അയാളുടെ ജീവിതത്തിൽ നമുക്കൊരു ചിന്ത വരും. അങ്ങനെ എല്ലാവരെ പറ്റി നമുക്ക് പൊതുസമൂഹത്തിനൊരു കോൺസെപ്റ്റ് വരും. അപ്പം എല്ലാ മനുഷ്യനും, എല്ലാ സെലിബ്രിറ്റിയും, എല്ലാ ഈ പറയുന്ന നമ്മൾ നോക്കുകയാണെന്ന ആൾക്കാരും വ്യക്തികളാണ്, മനുഷ്യരാണ്. അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫുണ്ട്. ഇപ്പം ഇന്ത്യയിലെ ഇപ്പം നമ്മുടെ ഒരു വലിയ നേതാവ് വെക്കേഷന് ഒരു വിദേശ രാജ്യത്ത് പോയി അടിച്ചു പൊളിച്ചിട്ട് വന്നാൽ എന്തിനാണ് അതിനെ വിമർശിക്കുന്നത്? അയാളുടെ ജോലി ഇവിടെ ചെയ്തിട്ട് അയാളൊരു ബ്രേക്ക് എടുത്ത് വേറൊരു സ്ഥലത്ത് പോകുന്നതാണ്. അയാൾ പോയി എൻജോയ് ചെയ്തിട്ട് വരട്ടെ. അതിലേക്ക് നമ്മൾ പി ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മുടെ നാട്ടിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാരും ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു ജീവിതമില്ലേ. എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി, എപ്പോഴും രാഷ്ട്രീയം എന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു MLA കാര്യം എടുത്താൽ രാവിലെ 5 മണിക്ക് തുടങ്ങുന്നതാണ് ആ വ്യക്തിയുടെ 5 മണിക്ക് മിനിമം 5 മണിക്കെങ്കിലും തുടങ്ങുന്നതാണ്. അയാൾക്ക് ഈ പറഞ്ഞ പോലെ പേഴ്സണലായിട്ടുള്ള 100 വട്ടം ആവശ്യങ്ങളാണ്. പക്ഷേ രാവിലെ 5 മണി തൊട്ടേ ആൾക്കാർ വീട്ടിൽ വന്ന് നിൽക്കും. ഇത് കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് തിരിച്ചു വന്ന് കിടക്കുമ്പോൾ രാത്രി 12-1 മണിയാവും. പിന്നെ രാവിലെ 5 മണിക്ക് 5 മണിക്കെങ്കിലും എഴുന്നേറ്റാലേ ഇത് മൊത്തം തീർത്ത് വരാൻ പറ്റത്തുള്ളൂ. അയാളുടെ ഒരു പേഴ്സണൽ ലൈഫില്ലേ. ഒരു ഡോക്ടർ, ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിൽ ഒരാളാണ് ഡോക്ടർ. പുള്ളിക്കൊരു ഫ്രീ ടൈം, പുള്ളിക്കൊരു വെക്കേഷൻ ഉണ്ടോ? ഒരു ഇമ്പോർട്ടൻറ്റ് കേസ് എപ്പോൾ വന്ന് കയറിയാലും അറ്റ കോളിൻ്റെ എൻഡിൽ അവിടെ ദേ ആർ പെയ്ഡ് ഫോർ എന്ന് നമ്മൾ പറയാം. ഏറ്റവും നല്ല പൈസ മേടിച്ചിട്ടല്ലേ എന്ന് പറയും. പക്ഷേ പൈസയ്ക്ക് നമ്മളുടെ സ്വകാര്യതകളെയും നമ്മുടെ സന്തോഷങ്ങളെയും മാറ്റിവെക്കാൻ പറ്റില്ല. അത് നമ്മൾ അനുഭവിക്കേണ്ട, നമ്മൾ എൻജോയ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം പൊതുസമൂഹം ഉണ്ടാക്കി വെക്കുന്ന ഇമേജിൽ ജീവിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ പൊതുസമൂഹത്തിന് ഒരു എതിരഭിപ്രായം ഉണ്ടാകുകയും അവരതിലേക്ക് ഇടപെടുകയും ചെയ്യും. എന്നാൽ ഈ പൊതുസമൂഹം പറയുന്നൊരു കാര്യമാണ്, എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് വേറൊരുത്തനല്ല, ഞാൻ തന്നെയാണ്, എൻ്റെ കാര്യത്തിൽ ഒന്നും ഇടപെടേണ്ട എന്ന് ഉള്ള അഭിപ്രായമുള്ള പൊതുസമൂഹം തന്നെയാണ് ഇത്. ഇവരിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത്, ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത്. അപ്പോൾ അതിലൊക്കെ നമ്മളെല്ലാവരും, ഞാനും പൊതുസമൂഹത്തിൽ പെടുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ രീതിയിൽ ഞാൻ ചേഞ്ച് ആയാൽ മാത്രമേ, ഈ കാഴ്ചപ്പാടിലേക്ക് വിശ്വസിക്കുകയും ആ രീതിയിൽ ഞാൻ ജീവിക്കുകയും ചെയ്താൽ മാത്രമേ, അതുപോലെ ഓരോരുത്തരും ചെയ്താൽ മാത്രമേ ഈ ചിന്തകളൊക്കെ മാറ്റം വരത്തുള്ളൂ. അപ്പം ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ, അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഉൾപ്പെടെ എന്നെപ്പോലെയുള്ള ആൾക്കാരൊക്കെ നമ്മളും മാനസികമായിട്ട് കുറച്ച് വളരേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഇത് കേട്ട് അപ്സെറ്റ് ആവാൻ നമുക്ക് ഇതിനേ സമയം കാണത്തുള്ളൂ. അപ്പം നമ്മളുടെ കാര്യങ്ങൾ നോക്കുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ സന്തോഷിക്കുന്നതും നമ്മൾ ആഹ്ലാദിക്കുന്നതുമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. എതിർപക്ഷത്ത് നിൽക്കുന്നവർ സ്വയം കുറച്ചും കൂടെ ഉയർന്ന് വേർത്തിൻ്റെ കാര്യത്തിലും ചിന്തിക്കുകയും ഇടപെടുകയും ചെയ്യാത്ത ഒരവസ്ഥ വരുമ്പോൾ നമ്മളെ ആൾക്കാർ മുതലെടുക്കുന്നത് കുറയും, നിൽക്കും. അല്ലെങ്കിൽ ഈ അഭിപ്രായങ്ങൾ, ഈ ബഹളങ്ങളും കൊണ്ട് പണം ഉണ്ടാക്കുന്നത് ആരാണ്? ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ, അയാൾ ഒരു വിവാദപരമായ ഒരു സാധനം ഇട്ടിട്ട് അയാൾ പോകുമ്പോൾ അയാൾ ആഗ്രഹിക്കുന്ന റീച്ചിലേക്ക് അത് എത്തുകയും അയാൾ ആഗ്രഹിക്കുന്ന കമൻറ്റ് ബോക്സുകൾ നിറയും. ഇതിനെല്ലാം പൈസ ഉണ്ടല്ലോ. അതിൽ ഒന്നും അറിയാതെ ഈ പൊതുസമൂഹം ചെന്ന് വീണുകൊണ്ടിരിക്കുക. അതെന്തുകൊണ്ടാണ്? മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോയിട്ടാ. അപ്പം മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഇടപെടാൻ പ്രേരിപ്പിച്ചിട്ട് മാറി നിന്ന് ഇതിൻ്റെ എല്ലാ പേർക്സും എൻജോയ് ചെയ്യുന്ന
ഒരു വലിയ വിഭാഗം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചൂഷണം ചെയ്യപ്പെടണമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ആ ഒരു രീതിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം താങ്കളുടെ സിനിമാ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് മടങ്ങിയെത്തുകയാണെങ്കിൽ 2002 നമ്മളിൽ തുടങ്ങിയ ഒരു ജീവിതമാണ്, ഒരു കോളേജ് ലൈഫിൽ ആരംഭിച്ച ഒരു ജീവിതമാണ്. അന്ന് സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാൾ സിനിമയിലേക്ക് എത്തിപ്പെടുവാൻ നിരവധി പ്രതിസന്ധികൾ തീർന്നു. ഇപ്പോൾ താങ്കൾക്ക് കിട്ടിയ ഒരു അവസരം പോലെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. പലർക്കും പല രീതിയിൽ അവർ ആ സിനിമയുമായി ചേർന്ന് നിന്നിട്ടാണ് വരുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം നോക്കും, സിനിമയിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സെലിബ്രിറ്റി മോഡായിരിക്കുമല്ലോ. അതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് കിട്ടുകയാണ്. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇൻസ്റ്റാ റീലിലൂടെ വളരെ പെട്ടെന്ന് നമ്മൾ ഓരോരുത്തരും സെലിബ്രിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മാറ്റം അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അല്ല, ഇത് ഓരോരുത്തരുടെ ആഗ്രഹം പോലെയാണ്. ഇപ്പം ഞാൻ അഭിനേതാവാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ സിനിമയിൽ നിന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങളെയോ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന പേർക്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ച അത് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ അഭിനേതാവാകുന്നത്. എനിക്ക് സിനിമയിൽ നിന്ന് വലിയ പൈസ ഉണ്ടാക്കണം, വലിയ കാറുകൾ വാങ്ങിക്കണം, വലിയ വീടുകൾ ഉണ്ടാക്കണം, വലിയ പണക്കാരനാവണം, ഇഷ്ടം പോലെ ചിലവഴിക്കണം എന്നുള്ള ആഗ്രഹത്തിലല്ല ഞാൻ സിനിമ നടനായത്. ഞാൻ സിനിമയിൽ സിനിമ നടനാവുന്നത് എനിക്ക് അഭിനയിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ്, ആക്ട് ചെയ്യാനുള്ള ഇഷ്ടം. അപ്പോൾ ആദ്യമൊക്കെ സിനിമയിലാവുന്നത് ആൾക്കാർ തിരിച്ചറിയാനും സുഹൃത്തുക്കളുടെ മുമ്പിൽ ഒരു സ്പെഷ്യൽ സ്ഥാനം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ അന്ന് കൃത്യമായ ഓറിയൻറ്റേഷനോ കൃത്യമായ പ്ലാനുകളോ എൻ്റെ മനസ്സിലില്ല. കിട്ടുന്ന സിനിമയിലെല്ലാം പോയി മുഖം കാണിക്കും, എടാ ഞാൻ ആ സിനിമയിലുണ്ട്, ഈ സിനിമയിലുണ്ടെന്ന് പറയാനുള്ള. അവിടുന്ന് അങ്ങോട്ട് എനിക്ക് അച്ഛനുറങ്ങാത്ത വീടെന്ന് പറഞ്ഞ സിനിമ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഒരു നല്ല ആക്ടർ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തെപ്പറ്റി ഞാൻ തിരിച്ചറിയുന്നത്. നല്ല ആക്ടറാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മാഭിമാനമുണ്ട്. അപ്പം ആ കിക്കാണ് എനിക്ക് സിനിമ എന്ന് പറയുമ്പോൾ തോന്നുന്നൊരു കാര്യം. അപ്പം ആ കിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു. നല്ല വേഷങ്ങൾ, പക്ഷേ അതെങ്ങനെ ഉണ്ടാക്കും, എങ്ങനെ കിട്ടും എന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല, റൂട്ട് നമുക്കറിയത്തില്ല. നമ്മൾ സിനിമയുടെ ഭാഗമല്ലല്ലോ. ഇപ്പം എൻ്റെ മക്കൾക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ട് എനിക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എടാ നീ ഇന്നതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം. മറ്റേന്ന് പറഞ്ഞാൽ പോയി ചാൻസ് കണ്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക്. അപ്പോൾ ചാൻസ് തെണ്ടാനും നമുക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നല്ല ആക്ടറായി മാറാനുള്ള യാത്രയിലാണ് ഞാൻ ഈ പറയുന്ന എബ്രിഡ് ഷൈനോട് ഞാൻ ഏറെ കടപ്പെട്ടിട്ടുള്ളത്. ഞാൻ എബ്രിഡ് ഷൈൻ്റെ ആക്ഷൻ ഹീറോ ബിജുവിൽ അഭിനയിക്കും. അതിന് ശേഷമാണ് എനിക്കൊരു ഒരു ചേഞ്ച് ഉണ്ടായതെന്ന് ഞാൻ പറയും. അപ്പോൾ എല്ലാവരും കരിയർ ചേഞ്ച്, ആ ക്യാരക്ടർ ക്ലിക്ക് ആയതുകൊണ്ടുണ്ടായ കരിയർ ചേഞ്ചിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ആക്ടിങ് രീതികളിൽ ഞാൻ ആക്ടിങ്ങിനെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യുന്നതും കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതും ആക്ഷൻ ഹീറോ ബിജു ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടതിന് ശേഷമാണ്. ആക്ഷൻ ഹീറോ ബിജു ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഞാനിത് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത്, ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ഞാനിത് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഞാൻ എന്തായി ചെയ്തത്, ഞാൻ ഏത് പ്രോസസ്സിലാണ് കടന്നു പോയത് എന്ന് ഞാൻ റീകളക്ട് ചെയ്യുന്നതും ഞാൻ പിന്നീട് എൻ്റെ ആക്ടിങ്ങിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമിച്ചതും ആൾക്കാരെ ഒബ്സർവ് ചെയ്യാൻ നോക്കിയതും ഒക്കെ അതിന് ശേഷമാണ്. അപ്പോൾ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്ന ഒരു നല്ല ആക്ടറായി മാറുക എന്നുള്ളതാണ്. പിന്നെ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ ശമ്പളം ഓരോ കാലത്തും നമ്മളുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമുക്ക് മാന്യമായി ലഭിക്കേണ്ട വേതനം നമ്മൾ മേടിച്ചുകൊണ്ടേ ഇരിക്കണം. അതല്ലെങ്കിലുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാത്ത സിനിമകളിൽ അഭിനയിക്കേണ്ടി വരും, നമ്മൾ കുറേ ഓവർ എക്സ്പോസ്ഡ് ആവും. പിന്നീട് നമ്മൾ ഒരു കാര്യം കുറേ പ്രാവശ്യം ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് ആവും, നമ്മൾക്ക് ആക്ടിങ്ങിനോടുള്ള ഈ ആഗ്രഹം കുറഞ്ഞു വരും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ. അതുകൊണ്ട് അതാത് സമയത്ത് നമ്മളുടെ ശമ്പളവും അതിനനുസരിച്ച് മേടിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മളെ അത്ര ആവശ്യമുള്ളവർ മാത്രമേ നമ്മളെ ആ സിനിമയിലോട്ട് വിളിക്കത്തുള്ളൂ. അപ്പോഴും ഈ ശമ്പളത്തിന് ആനുപാതികമായിട്ട് എൻ്റെ ജീവിത സൗകര്യങ്ങൾ മാറിയെന്നിരിക്കും. ആത്യന്തികമായി എൻ്റെ ലക്ഷ്യം നല്ലൊരു നടനായി അറിയപ്പെടുക എന്നുള്ളതാണ്. ഇന്നത്തെ കുട്ടികൾക്ക് സെലിബ്രിറ്റി ആവണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകളാണ് തുറന്നു വന്നിട്ടുള്ളത്. നല്ല നടനാവാനുള്ള ആഗ്രഹം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത്രയും ലൈക്സും ഷെയറും ഫോളോവേഴ്സും കിട്ടണമെന്നില്ല. പക്ഷേ അവർക്ക് അവരുടെ കഴിവുകൾ രാഗി മിനുക്കി എടുക്കാനുള്ള സാഹചര്യം ഇന്നത്തെ ഇതിലുണ്ട്. ഒരു സ്കില്ല് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഇന്ന് കഴിവുള്ളത്. കുക്കറിയാണ് ഇപ്പോൾ നിങ്ങളുടെ സ്കില്ലെങ്കിൽ, കുക്കിംഗ് ആണ് നിങ്ങളുടെ സ്കില്ലെങ്കിൽ അത് കാണിക്കാനുള്ള സൗകര്യമുണ്ട്. ക്രാഫ്റ്റ് മേക്കിംഗ് ആണ് നിങ്ങളുടെ സ്കില്ലെങ്കിൽ അത് വേറൊരാളുടെ സഹായമില്ലാതെ, ഈ ക്യാമറകളുടെ ഒന്നും അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ ഒന്നും സപ്പോർട്ടില്ലാതെ സ്വയം ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അവനവൻ്റെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് വളരാനുള്ള സാഹചര്യത്തിലേക്ക് ലോകം എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. അതായത് വേദികൾ ധാരാളമുണ്ട്, ആ വേദികൾ ഉപയോഗിക്കാനുള്ള നമ്മളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് വേദികളെ ഉപയോഗിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്.
അതിൻ്റെ അർത്ഥം ഒരു വലിയ സിനിമാ നടനാകുമെന്നോ വലിയ സൂപ്പർ സ്റ്റാർ ആവുമെന്നോ അല്ല. അത് ആഗ്രഹിച്ച് അത് ഫോക്കസ്ഡ് ആയിട്ട് നീങ്ങുന്ന ഒരാൾക്ക് മാത്രമേ ചിലപ്പം ഈ ചെറിയ മൊബൈൽ സ്ക്രീനിൽ ഓവർ എക്സ്പോസ്ഡ് ആവുന്നത് ചിലപ്പോൾ ഒരാൾക്ക് സൂപ്പർ സ്റ്റാർ ആവുന്നതിലേക്ക് നയിക്കാൻ ഒരു തടസ്സമായിരിക്കും. നമ്മൾ ഒരാളെ ഒത്തിരി കണ്ടു കഴിഞ്ഞാൽ അയാൾക്കൊരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ടാവില്ല. ഈ സീരിയലുകാരുടെ പരാതി പോരല്ലേ? അതെ, അവരെ നമ്മൾ ഡെയിലി അതെ ഡെഫിനറ്റ്ലി ആങ്കർമാർക്കും ഇതേ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ അവരായിട്ട് കണ്ടു കഴിഞ്ഞു, പിന്നെ അവരൊരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവരെ ക്യാരക്ടറായിട്ട് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരത്തില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹം ഇഷ്ടപ്പെടുക്കും. ഞാൻ ടെലിവിഷനിൽ വളരെ തിരക്കുള്ള ഒരു ആങ്കറായിട്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് ആക്ടർ എന്ന് പറഞ്ഞ ആഗ്രഹം തലക്ക് പിടിക്കുന്നു. ഞാൻ ടെലിവിഷൻ ഉപേക്ഷിക്കുന്നതും എനിക്ക് സ്ഥിരമായി ഉണ്ടായിരുന്ന ഒരു നല്ല വരുമാനം 10-12 വർഷത്തോളം ഇല്ലാതാവുന്നതും. അപ്പം ഇതൊരു കംഫർട്ട് സോണാണ്. നമുക്ക് ഈ ടെലിവിഷൻ ആങ്കറിംഗ് ഒക്കെ ചെയ്ത് വലിയ വലിയ സെലിബ്രിറ്റി ഷോസൊക്കെ ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് നല്ല പണം കിട്ടും, നല്ല സ്വീകാര്യത കിട്ടും, എവിടെ ചെന്നാലും ആൾക്കാർ നമ്മളെ പൊതിയും. മിനി സ്ക്രീനിലെ ആൾക്കാരെയാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. കാരണം ഭയങ്കര പരിചയം കാണും. സിനിമയിൽ ചിലപ്പം 10 വർഷം വർക്ക് ചെയ്ത് ഒരാളുടെ പേര് പോലും ഓഡിയൻസിന് അറിയണമെന്നില്ല. പക്ഷേ മിനി സ്ക്രീനിലുള്ള ആളെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊരു ഭയങ്കര കംഫർട്ട് സോണാണ്. ആ കംഫർട്ട് സോൺ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ പൂർണ്ണമായും സിനിമ എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്കും അഭിനയം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് ഞാൻ മൈൻഡ് സെറ്റ് ചെയ്തത്. അതെൻ്റെ ആഗ്രഹം അതായതുകൊണ്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒത്തിരി ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഓവർ എക്സ്പോസ്ഡ് ആവുന്നത് എൻ്റെ കരിയറിന്, ഞാൻ ആഗ്രഹിക്കുന്ന കരിയറിന് തടസ്സമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ ആഗ്രഹത്തിലേക്കുള്ള യാത്രയ്ക്ക് എന്തെല്ലാം ചെയ്യണമെന്നുള്ളത്. ഈ ഒരു സ്റ്റിൽ 24 വർഷം നീണ്ടു നിൽക്കുന്ന സിനിമാ ജീവിതം, ഇപ്പോൾ താങ്കൾ പറയുന്നത് അതിൻ്റെ ആ ഒരു യാത്രയെ ഈ പറഞ്ഞ കംഫർട്ട് സോണുകളെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു യാത്രയാണ്. അപ്പോൾ കൃത്യമായൊരു പഠനം നടത്തിയിട്ടുണ്ടാവുമല്ലോ, ഒരു അഭിനേതാവിനെ കുറിച്ചുള്ളൊരു പഠനം, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ആരുമില്ല, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നതാണ്. അപ്പം ഇപ്പം പുതിയതായിട്ട് വരുന്ന അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക്, ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു ആർക്കും താങ്കൾ കൊടുക്കുന്ന ഒരു നല്ല ഉപദേശം എന്തായിരിക്കും? അല്ലെങ്കിൽ എന്താണ് താങ്കളുടെ അഭിപ്രായത്തിൽ അഭിനേതാവ്? അതിൻ്റെ എല്ലാം അംശങ്ങൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്. അത്രയ്ക്ക് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇന്റർവ്യൂ മൊത്തം ഇരുന്ന് കണ്ടോട്ടെ. അല്ലാതെ ഒരു ഇൻസ്റ്റന്റ് മറുപടി നമ്മൾ കൊടുക്കരുതല്ലേ? അല്ല, അതങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ക്യാപ്സ്യൂളുകളല്ല ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത്. മൊത്തം കണ്ടിട്ട് പിന്നെ ആഗ്രഹമുള്ള തേടിപ്പിടിച്ച് എൻ്റെ അടുത്ത് വരട്ടെ, അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, എനിക്കറിയാവുന്ന ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ ആക്ഷൻ ഹീറോ ബിജുവിൽ എനിക്കിങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് താങ്കൾ തിരിച്ചറിഞ്ഞൊരു നിമിഷത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഒരു സംവിധായകനായിരിക്കുമല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ കണ്ടതാണല്ലോ. അപ്പോൾ മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ സംവിധായകൻ്റേതാണ് എന്ന ഒരു നിലപാടിനോട് താങ്കൾ പൂർണ്ണമായും യോജിക്കുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. സംവിധായകൻ്റെ മാത്രമാണൊരു സിനിമ? സംവിധായകൻ്റെ മാത്രമല്ല സിനിമ, പക്ഷേ സംവിധായകൻ്റെ ചിന്തകൾ പോലെയും സംവിധായകൻ്റെ അറിവ് പോലെയുമേ ആ സിനിമ ആത്യന്തികമായി സംഭവിക്കുകയുള്ളൂ. സംവിധായകൻ്റെ മാത്രമല്ല സിനിമ, ഒരു വലിയ സംഘത്തിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് സിനിമ എന്ന് പറഞ്ഞ മാധ്യമം. അപ്പം അതിൽ നടീനടന്മാരുണ്ട്, അതിൻ്റെ ക്യാമറമാനുണ്ട്, ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റനേകം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ, ഭക്ഷണം തരുന്ന ചേട്ടൻ ഉൾപ്പെടെ, മുകളിലെ ഏറ്റവും സെല്ലബിളായിട്ടുള്ള ഫാക്ടർ വരെയും എല്ലാവരും സിനിമയുടെ ഭാഗമാണ്. പക്ഷേ ആ സിനിമയുടെ സ്വഭാവം എന്ന് പറയുന്നത് സംവിധായകൻ്റെ മിടുക്കിലായിരിക്കും. കാരണം സംവിധായകനാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇതാണ് നമുക്ക് വേണ്ടത്, ഇതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ് ആ സിനിമ. അപ്പോൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാവരും അതിനകത്ത് ഇടപെടും. അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, സാറേ നമ്മൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ എന്ന ചോദ്യങ്ങൾ ചോദിക്കും. അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ചോദിക്കാം, കൂടുള്ള മറ്റ് ടെക്നീഷ്യൻസ് ചോദിക്കാം, നടീനടന്മാർ ചോദിക്കാം, സാറേ അത് അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്താൽ പോരെ. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ പോലും ഡിസിഷൻ എടുക്കുന്നത് ഡയറക്ടറാണ്. ഡയറക്ടറിൻ്റെ ഡിസിഷനാണ് ഒരു സിനിമയുടെ സ്വഭാവം എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. കാരണം സിനിമയെപ്പറ്റി, സിനിമയുടെ ലോകം എഴുതി ഉണ്ടാക്കുന്നത് എഴുത്തുകാരനാണ് എന്നുള്ള സത്യമാണ്. ആ എഴുതി ഉണ്ടാക്കിയ സാധനം വായിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ഇമോഷൻസും എങ്ങനെ പ്രേക്ഷകനും അതേ അളവിലോ അല്ലെങ്കിൽ അതിൻ്റെ 2 മടങ്ങ് മുകളിലോ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്ന കോൾ എടുക്കുന്ന ആളാണ് ഡയറക്ടർ. അപ്പോൾ അയാൾ അതിൽ പ്ലാൻ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കതിലേക്ക് കോംപ്ലിമെൻ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. സാറേ ഞാൻ ഇങ്ങനെയും കൂടെ ചെയ്തോട്ടെ, ചിലപ്പോൾ ഒരു ചെറിയ ചിരി കൂടുതൽ കിട്ടിയേക്കും. സാറേ ഞാൻ ഇത് അനങ്ങാതെ വെറുതെ നിന്നോട്ടെ, ഞാൻ കരയാതെ അത് പിടിച്ച് നിന്നോട്ടെ, ചിലപ്പോൾ ഓഡിയൻസിന് കുറച്ചും കൂടെ വേദന ഞാൻ പിടിച്ചിരിക്കുമ്പോഴായിരിക്കും കിട്ടുക എന്നൊരു ആക്ടർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിലേതൊക്കെ വേണം ഏതൊക്കെ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് സംവിധായകനാണ്. അപ്പോൾ സംവിധായകൻ്റെ കോളാണ് ഒരു സിനിമ.
ആത്യന്തികമായി സംവിധായകൻ്റെ കലയാണ്. സംവിധായകൻ്റെതാണ് സിനിമ. ഇവിടെ പക്ഷേ ഈ സിനിമകൾ പരാജയപ്പെട്ട സിനിമകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാരം ഏറ്റവും കൂടുതൽ ചിലപ്പോൾ അനുഭവിക്കുന്നത് അതിൻ്റെ പ്രധാന അഭിനേതാവായിരിക്കാം, അല്ലെങ്കിൽ ആ സിനിമ പരാജയപ്പെട്ട സിനിമ അറിയപ്പെടുന്നതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ പേരിലായിരിക്കാം, അത് ചെയ്ത ആളായിരിക്കും. അപ്പോൾ അവിടെ ഈ സംവിധായകൻ ചെറുതായിട്ട് എസ്കേപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ ഈ പ്രേക്ഷകർ ആ ഒരു ഭാരം ഏൽപ്പിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ എൻ്റെ വ്യൂസാണ്. എൻ്റെ വ്യൂസിൽ ഞാൻ പറയുന്നത്, നമ്മൾ ഒരു സിനിമയെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കുന്നു എന്നുള്ളതിന്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ജീവിതം പറഞ്ഞു, ഞാൻ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, അതിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്ന് പറയുന്നത്. ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ കച്ചവട വിജയമാണ് ഏറ്റവും കൂടുതൽ ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രധാനമായിട്ടും ഒരു നായകനെ കൊണ്ടുവന്ന് ആ നായകൻ്റെ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ നടക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പടം പരാജയപ്പെടുമ്പോൾ നായകന് അതിൻ്റെതായിട്ടുള്ള വലിയ ക്ഷീണം ഉണ്ടാവും. പക്ഷേ ഈ പ്രമേയം ആൾക്കാരിലേക്ക് എത്തണം, ഈ പ്രമേയമാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ട് ആ സിനിമയിൽ ഈ നായകനും കൂടെ ഉണ്ടെങ്കിൽ അയാളുടെ കച്ചവടം കൂടെ നമുക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ആ നായകനെ എങ്ങനെയോ കൊണ്ടുവന്ന് ആ സിനിമ ചെയ്തിട്ട് അത് പരാജയപ്പെടുമ്പോൾ അപ്പോഴും നായകന് തന്നെയാണ് ക്ഷീണം. നമ്മൾ പ്രമേയത്തിനെ വിശ്വസിച്ച് പ്രമേയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സിനിമ പരാജയപ്പെടുകയാണെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാവും അത് ഡയറക്ടറിൻ്റെ പ്രശ്നമാണോ റൈറ്ററിൻ്റെ പ്രശ്നമാണോ. ആധുനികമായി പൈസ പോകുന്ന നിർമ്മാതാവിന് തന്നെയാണ്. പൈസ കിട്ടുമ്പോഴും ഈ പറയുന്ന പോലെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, വിജയിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവരും കൊണ്ടുപോകും, പരാജയപ്പെടുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ചിലപ്പോൾ സംവിധായകൻ്റെ മേളിലോ ചിലപ്പോൾ നടൻ്റെ മേളിലോ ആയിപ്പോകും, പ്രധാന നടന്മാരുടെ മുകളിലേക്ക് ആയിപ്പോകും എന്ന് പറയുന്നത് എങ്ങനെയാണോ ഈ സിനിമ പ്രൊജക്റ്റ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നായകനെ മുന്നിൽ നിർത്തിയിട്ടൊരു സിനിമ പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് പരാജയപ്പെട്ടാൽ അതിൻ്റെ ക്ഷീണം നായകനാണ്, കാരണം പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട അയാളെ വെച്ചിട്ടില്ല. ഒരു സംവിധായകനെ വെച്ചിട്ടാണ് ഈ സിനിമ പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് പരാജയപ്പെടുമ്പോൾ അതിൻ്റെ ക്ഷീണം ആ സംവിധായകനായിരിക്കും സംഭവിക്കുക. ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സിനിമ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അത് പരാജയപ്പെടുമ്പോൾ ആ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുക. ആരെ വെച്ചിട്ടാണോ ഒരു പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും പരാജയപ്പെടുമ്പോൾ ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളതിലേക്ക് പോകാമെന്നുള്ളത്. ഈ മലയാള സിനിമയിൽ ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വ്യൂ ആണ് ഇതൊന്നും എവിടെയും എഴുതപ്പെട്ടിട്ടുള്ള ലിഖിതമായ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുള്ളൂ, എൻ്റെ അറിവ് വെച്ചിട്ട്. ഇത് ശരിയാവണമെന്നില്ല. അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് സംസാരിച്ച് ഇതിൻ്റെ ഒരു ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഈ മലയാള സിനിമയിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചൊരു കാലഘട്ടം കൂടിയാണല്ലോ. എടുക്കുന്ന രീതിയിൽ സാറി പറഞ്ഞ പോലെ തന്നെ പറയുന്ന പ്രമേയങ്ങളിൽ ഒക്കെ മാറ്റം വന്ന ഒരു സമയമാണ്. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ അത്ര കണ്ട് ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമ ഏതാണ്? ഈ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഈ മാറ്റങ്ങൾക്ക് അനിവാര്യ പ്രമേയത്തിനും അല്ലെങ്കിൽ എടുക്കുന്ന രീതിക്കും ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകൾക്കും അല്ലെങ്കിൽ വിതരണത്തിനും ഒക്കെ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ താങ്കൾ ചെയ്ത സിനിമകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്തൊരു സിനിമ ഏതാണ്? നമ്മൾ ഇഷ്ടപ്പെടാതെ ഒരു പ്രോജക്റ്റും ചെയ്യുന്നില്ല. ആസ്വാദികരമായത് ആ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു സിനിമ എപ്പോഴും നമ്മൾക്ക് ആസ്വാദികരമാകുന്ന 2-3 തരങ്ങളിലാണ്. ഒന്നുകിൽ നമ്മൾ ചെയ്യുന്ന കഥാപാത്രം നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആവുകയും നമ്മളത് ചെയ്തെടുക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന റെസ്പോൺസൊക്കെ നമ്മളെ ഭയങ്കര ഇടുക്കിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ആ ലൊക്കേഷനിലുള്ള എല്ലാ ആൾക്കാരുടെയും സ്വഭാവം എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കത് ആ സെറ്റ് ഭയങ്കര ആസ്വാദികരമായി മാറും. നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരുപോലെ ഒരു സെറ്റ് പോസിറ്റീവ് ആവണമെന്നില്ല. പല ഡിപ്പാർട്ട്മെൻറ്റിലും പല രീതിയിലായിരിക്കും ഒരു സെറ്റ് അനുഭവപ്പെടുക. പക്ഷേ എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള സെറ്റുകളുണ്ട്. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് മാത്രം പോസിറ്റീവായിട്ടുണ്ടായിട്ടുള്ള സെറ്റുകളുണ്ടാവും. നമ്മുടെ സുഹൃത്തുക്കൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സെറ്റുകളുണ്ടാവും. ഇതൊക്കെ നമുക്ക് ആസ്വാദികരമായ ഒരു കാര്യമാണ്. പിന്നെ ഒരു സിനിമ നമ്മളൊരു പുതിയ തരത്തിലുള്ള സിനിമ ചെയ്യുന്നു, ആ സിനിമ വിരിഞ്ഞ് വരുന്ന കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷയിലും അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം വേറെയാണ്. അങ്ങനത്തെ കുറേയധികം പ്രൊജക്റ്റുകളുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പുരുഷപ്രേതം എന്ന് പറയുന്നത് എന്നിൽ ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്ത ഒരു സിനിമയാണ്. ആ സിനിമയുടെ മേക്കിംഗ് സമയത്തും അതിൻ്റെ ഷൂട്ടിംഗ് സമയത്തും ഒന്നും ആക്ച്വലി നമ്മൾ അങ്ങനെ ആസ്വദിച്ചോ എൻജോയ് ചെയ്തൊരു സിനിമയല്ല അത്. കാരണം ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്നൊരു സിനിമയാണ്. അതിന് ഇത്ര ദിവസങ്ങളേ ഉള്ളൂ. എന്നാൽ ഒരു 50 ദിവസം 60 ദിവസം ഷൂട്ട് ചെയ്യാനുള്ള മെറ്റീരിയലുണ്ട്. നമുക്കതൊരു 30 ദിവസത്തിൽ ഷൂട്ട് ചെയ്ത് തീർത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ തീരുകയുള്ളൂ. എന്നെ വിശ്വസിച്ച് പണം ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് എനിക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പം ഹെക്റ്റിക്കായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്ങും അതിനുശേഷമുള്ള പോസ്റ്റ് പ്രൊഡക്ഷനും അതിൻ്റെ റിലീസ് വരെയും ഹെക്റ്റിക്കായിരുന്നു. പക്ഷേ ആ സിനിമ റിലീസായതിനു ശേഷം കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും അത്രയും വലിയൊരു റെസ്പോൺസ് കിട്ടി. ഇന്ന് എവിടെ പോകുമ്പോഴും സാധാരണക്കാർ ഫിലിം ബഫ്സ്, പുരുഷപ്രേതയുടെ ഓഡിയൻസിനെ നമ്മൾ കണ്ടത്
ഫിലിം ബഫ്സ്, സിനിമയായി കാണുന്ന, സിനിമ പഠിക്കുന്ന, സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ ഓഡിയൻസ് എന്നാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ അല്ലാത്ത എത്രയധികം ആൾക്കാർ എന്നോട് പേഴ്സണലായിട്ട് വന്ന് കണ്ടിട്ട് ചേട്ടാ അത് ഭയങ്കര പരിപാടിയായിരുന്നു പറയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു അഭിമാനവും സന്തോഷവും. എനിക്ക് എൻ്റെ കരിയറിലുണ്ടായ ചേഞ്ച് മുഴുവൻ പുരുഷപ്രായത്തിന് ശേഷമാണ്. എന്നെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഡയറക്ടേഴ്സ് കാണാൻ തുടങ്ങിയതും കുറച്ചുകൂടി നന്നായിട്ട് പ്ലേസ് ചെയ്യുന്നതും ഒക്കെ അതിന് ശേഷമാണ്. അപ്പോൾ അത് ഭയങ്കര എൻജോയബിൾ പ്രോസസ്സായിരുന്നു. ഞാൻ ആകെ 2 ദിവസമേ സ്പായ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രോസസ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം എനിക്ക് അഭിനയത്തിൻ്റെ പുതിയ പാഠങ്ങൾ കാണിച്ചു തന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ആണ് കൂടുതൽ ഭംഗിയാവുക എന്ന് പറയുന്ന പുതിയൊരു, നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാണല്ലോ, നമ്മൾ ശരിയായതുകൊണ്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ അതല്ല, അതിനെ നേരെ ഓപ്പോസിറ്റ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് എനിക്കൊരു വെളിച്ചം തന്ന ആളാണ് ഏബിൾ ഷൈൻ. അപ്പോൾ ഏബിൾ ഷൈൻ്റെ സ്പാ ഞാൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ഷൈൻ എന്നോടൊന്നും പറഞ്ഞു തരേണ്ടി, ഷൈൻ എന്നോട് പറഞ്ഞാൽ ഇവിടെ തനിക്ക് മാത്രമേ ഉള്ളൂ ഞാനൊന്നും പറഞ്ഞു തരാഞ്ഞ്, താനാണ് ഏറ്റവും പെട്ടെന്ന് അത് ചെയ്ത് തീർത്തിട്ട് പോയത്, അടിപൊളിയാടോ എന്ന്. അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു വാക്കുകളാണ്. അത് ആകെ 2 ദിവസം ഞാൻ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഈ 2 ദിവസം ഞാൻ എന്തോ എൻ്റെ ഉത്തരം, ഷൈൻ എന്നോട് എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പൊളിഞ്ഞു പോകും. കാരണം എന്നെ ഒരു കാലത്ത് എനിക്കൊരു ദിശ കാണിച്ചെന്ന് വിട്ട ഒരാളാണ്. അപ്പം ഞാൻ അതെങ്ങനെ അപ്പം ഞാൻ ചെയ്യുന്നതെല്ലാം പുള്ളി ഓക്കെ അടിച്ച് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ദൈവം ഇനി എൻ്റെ ഇന്നൊന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ചിട്ടാണോ, കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ ഇവൻ ഇനി നന്നാവത്തില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്നെനിക്കറിയത്തില്ല. കാരണം ഷൈൻ പറയാനുള്ള കാര്യം പറയുകയും ചെയ്യിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. പിന്നെ കഴിഞ്ഞപ്പോഴാണ് ഷൈൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷം വലുതാണ്. പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ പടത്തിൽ എൻ്റെ ക്യാരക്ടർ അത്ര വലുതൊന്നുമല്ല. പക്ഷേ പള്ളിച്ചട്ടമ്പിയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ ആ സിനിമ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എടുത്ത ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ചെറുതല്ല. പഴയ കാലഘട്ടമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, മഴക്കാലത്താണ്. അപ്പോൾ എല്ലാം ഈ ഓലമേഞ്ഞ സാധനങ്ങളൊക്കെയാണ് സെറ്റിലുള്ളത്. മഴ വരുന്നു പോകുന്നു 100ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. ടൊവിനോ, കുട്ടേട്ടൻ ഉൾപ്പെടെയുള്ള സുധീർ കരമന, ഞങ്ങളുടെ സെറ്റപ്പിൽ ബാബുരാജേട്ടൻ, ഇങ്ങനെ കുറേ ആൾക്കാർ, മെയിൻ ആക്ടേഴ്സ് വേറെയുണ്ട്. അപ്പം നമ്മൾ മെയിൻ ആക്ടേഴ്സിനെ കുറച്ചും കൂടെ കെയർ ചെയ്യുമല്ലോ ഒരു സെറ്റ്. അപ്പോൾ ഒരു മഴ വരുന്ന സമയത്ത് നമ്മളെ ഒരു സ്ഥലത്ത് അവർ സെക്യൂറായിട്ട് കൊണ്ടിരുത്തും. അപ്പം 100ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ എല്ലാവരും ഈ മഴ നനയാതിരിക്കാൻ വേണ്ടി നമ്മളിരിക്കുന്ന സ്ഥലത്തും എല്ലാ സ്ഥലത്തും എല്ലാവരും കയറി വന്നിരിക്കും. പക്ഷെ അതിനെപ്പറ്റി ഒന്നും കംപ്ലയിൻറ്റ് പറയാത്ത, എന്താ ഇവരിവിടെ നിൽക്കുന്നു, ഇവരെ മാറ്റി നിർത്തിക്കൂടെ എന്ന് പറയാത്ത ഒരു സംഘം ആക്ടേഴ്സ്, രവിയും കുട്ടേട്ടനും ഉൾപ്പെടെയുള്ള ആൾക്കാർ, എല്ലാവരും ഒന്നിച്ച് നമ്മളെല്ലാം ഈ ഒരു സിനിമ നന്നാക്കി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചൊരു സിനിമയാണത്. അപ്പോൾ അതിൻ്റെ സെറ്റ് എനിക്ക് വളരെ സന്തോഷം തന്നൊരു സെറ്റാണ്. ഞാൻ ലൊക്കേഷനിൽ പോകുന്നത് അഭിനയിക്കുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ ആ പ്രോസസ്സിൻ്റെ ഭാഗമായി പോയി എൻജോയ് ചെയ്ത് വന്ന ഒരു സിനിമയാണ്. എന്നോട് പറഞ്ഞതിലൊക്കെ എത്രയോ ദിവസങ്ങൾ കൂടുതലെടുത്തൊരു സിനിമയാണ്. അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഒരു സീരീസ് ചെയ്തു കൃഷ്ണാനന്ദൻ്റെ കൂടെ തന്നെ, 4 സംഘം എന്ന് പറഞ്ഞ സീരീസ് ചെയ്തു. അത് ഒരാളും എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കാത്ത തരത്തിലുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതുണ്ടായി വരുന്നതിൽ ഭയങ്കരധികം സന്തോഷിച്ചിട്ടുണ്ട്. ചെയ്ത എല്ലാ സിനിമകളിലും നമുക്കെന്തെങ്കിലും ഒക്കെ ചെയ്യാനുണ്ടാവുകയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ നിൽക്കുകയും ചെയ്യുന്ന എല്ലാ സെറ്റും ഇതുപോലെ ആസ്വാദികരമാണ്. മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു. അത് ആ സിനിമയിൽ എന്താണ് നടക്കുന്നതെന്നോ നമ്മുടെ കഥാപാത്രം എങ്ങോട്ടാണ് പോകുന്നതെന്നോ ഒന്നിനെപ്പറ്റിയും ഒന്നും പറഞ്ഞു തരാത്തൊരു സിനിമയാണത്. ഇത് ചെയ്തിട്ട് ഇതാണോ മീറ്റർ എന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ അഭിനവ് അങ്ങനെ ആ സിനിമ ഉണ്ടാക്കിയെടുത്ത ഒരാളാണ്. അപ്പോൾ അഭിനവിൻ്റെ പ്രോസസ്സ് ഒരു പുതിയ വെളിപാടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതകഥയിലെ ഓരോ അധ്യായങ്ങളാണ്. ഇതെല്ലാം ആസ്വദിച്ചാൽ മാത്രമേ നമ്മൾ അടുത്ത സിനിമ ചെയ്യത്തുള്ളൂ. ഇത് ആസ്വാദികരമായാലേ നമുക്കിത് വിട്ടു പോകാൻ തോന്നും. അതുകൊണ്ട് എല്ലാം ആസ്വാദികരമാണ്. ഈ OTTയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, OTT ദേശീയ തലത്തിൽ അംഗീകാരം ഉൾപ്പെടെ കിട്ടിയ ഒരു സന്ദർഭമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം അങ്ങനൊരു അംഗീകാരം ആ മേഖലയിൽ ലഭിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ഒരു സമൂഹത്തിൻ്റെ ഒരു കാഴ്ച? സംഘത്തിന് അവാർഡ് കിട്ടിയപ്പോഴല്ലേ? അതെ. പുരുഷപ്രേതത്തിന് ഞാൻ ആദ്യമായിട്ട് ലീഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാനത് വളരെ ആഗ്രഹിച്ചു. ദൈവം ഇതിനൊരു അംഗീകാരം കൂടെ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ. എനിക്ക് നോമിനേഷൻസ് ഒക്കെ കിട്ടി. ഫിലിം ഫെയർ അവാർഡിൽ മമ്മൂക്ക ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒപ്പം എനിക്ക് നോമിനേഷൻസ് കിട്ടി. എല്ലാവരും നല്ലത് പറഞ്ഞു. പക്ഷെ അതിനങ്ങനെ ഒരു അംഗീകാരം കിട്ടിയില്ല. അപ്പോൾ അതെനിക്കൊരു തിരിച്ചറിവായിരുന്നു. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് വെച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് അംഗീകരിക്കപ്പെടണം നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര വലിയൊരു കാര്യമല്ല. 4 സംഘം ചെയ്തപ്പോൾ അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തു. അതിൽ നിന്ന് ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇതുപോലെ സ്ട്രീമിംഗ് അക്കാഡമി അവാർഡ്സ് കിട്ടിയപ്പോൾ അത് പ്രഖ്യാപിച്ചപ്പോൾ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് സൈമ അവാർഡ്സ് പോലത്തെ അവാർഡ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്
അതൊരു ഫിലിം ഫെയർ മീൻസ് ഈ ഓഡിയൻസ് പോളിലും അങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു അവാർഡാണ്. അതിൽ വന്നതിൽ എനിക്ക് കിട്ടി എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്ന് ഈ ഫലകം കയ്യിലോട്ട് മേടിക്കുന്നത് വരെ അതുവരെയും എൻ്റെ മനസ്സിൽ അങ്ങനത്തെ യാതൊരു എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. എന്നെ വിളിച്ചപ്പോൾ പോലും ഞാൻ ജസ്റ്റ് ആ ഹോളിലോട്ട് ചെന്ന് കയറിയത് എൻ്റെ പേര് വിളിക്കുകയായിരുന്നു. എൻ്റെ അവാർഡായി ആ സമയത്ത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി സ്റ്റേജിലോട്ട് ചെന്ന് കയറി ഈ സാധനം കയ്യിലോട്ട് നിന്നിട്ട് ഞാൻ തിരിഞ്ഞ് നിന്ന് ഓഡിയൻസിലേക്ക് നോക്കുമ്പോൾ ഞാൻ മനോജ് ബാജ്പേയിയെ കാണുന്നു, ബോമൻ ഇറാനിയെ കാണുന്നു. അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഇവരുടെ മുമ്പിൽ വെച്ചാണല്ലോ ദൈവം എനിക്കിത് കിട്ടിയത്. ഞാനൊട്ടും പ്രിപ്പയർഡ് ആയിട്ടല്ലായിരുന്നു അതിന് മാനസികമായി. ഒരു അവാർഡ് കിട്ടുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ധാരാളം അവാർഡുകൾ, മെയിൻ അവാർഡ്സ് അല്ല, സ്റ്റേറ്റ് അവാർഡോ അങ്ങനത്തെ ഒന്നും അല്ലാത്ത 100,000 അവാർഡുകളുണ്ടല്ലോ. അതൊരു ഷോ ആണല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഷോ എന്നുള്ള രീതിയിലാണ് സത്യസന്ധമായി കുഞ്ഞുങ്ങളാണ് സത്യം ഞാൻ പോയത്. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആണ് എനിക്ക് അതിൻ്റെ ഒരു ദൈവമേ ഇത് ഒരു ഭയങ്കര ഒരു അംഗീകാരമാണല്ലോ. ഞാൻ ഇവരുടെ മുമ്പ് വെച്ചാണല്ലോ, ഇവരെയൊക്കെയാണല്ലോ നമ്മൾ ഒരു കാലത്ത് ഗംഭീര ആക്ടേഴ്സ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ശൈലികളൊക്കെ മാറ്റാൻ ശ്രമിച്ചതൊക്കെ ഇവരുടെ ഒക്കെ മുമ്പിൽ വെച്ചാണ് നമുക്കിത് കിട്ടുന്നത്. ദൈവമേ, ചരിത്രത്തിൽ എൻ്റെ എത്രയോ മുമ്പിൽ കിടന്ന ആൾക്കാരാണ് ഇവർ, അവരാണിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ടകടകടകടകാന്ന് പറഞ്ഞ് ഒന്ന് കേട്ടി ഇതെൻ്റെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ എനിക്കൊരു എന്തോ ഒരു സംഭവം കിട്ടി. അപ്പോൾ നമ്മളെ ഈ പല ചടങ്ങുകളിലും ഗസ്റ്റായിട്ട് വിളിക്കുമല്ലോ. ഗസ്റ്റായിട്ട് ചെല്ലുന്നിടത്തല്ല ഇവർ നമുക്കൊരു ഫലകം തരും. അപ്പോൾ ഈ ഫലകവുമായിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ ഭാര്യ പറയും, എന്തിനാച്ചാ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് മേടിച്ചുകൊണ്ടിരുന്നു, വെള്ളം കയറുമ്പോൾ ഇതെല്ലാം എങ്ങോട്ട് കൊണ്ട് വെക്കും. കാരണം ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായല്ലോ, ഇതെല്ലാം കൂടെ എവിടെ കൊണ്ട് വെക്കും ഇനിയിപ്പോൾ ഇത്. അപ്പോൾ ഞാനങ്ങനെ ചില ചടങ്ങുകൾക്ക് പോകുമ്പം ഇത് അറിയാതെ കസേരയുടെ അടിയിലൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ പോരും. കാരണം ഇതുകൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ വെള്ളം വെക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. കാരണം ഇതുകൊണ്ട് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല എന്നൊക്കെയുള്ള ചിന്തകൾ. അപ്പോൾ ഇതുമായിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഇത് ഞാൻ വൈഫ് പറഞ്ഞു ഇത് ഞാൻ ഇവിടെ വെക്കും, ഇനി ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അവിടെ വെക്കാം. അപ്പം അത് സ്ത്രീകളുടെ മനസ്സ് അങ്ങനെയൊക്കെ മാറുന്ന ഒരു വലിയ കാര്യം. അല്ല, സ്വാഭാവികമായിട്ടും അതൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോന്നും ഓരോ ഇടം കൊടുക്കുന്ന പ്ലേസ് സ്ത്രീകളാണല്ലോ അത് നിശ്ചയിക്കുന്നത്, എവിടെ എങ്ങനെ എപ്പോൾ പ്ലേസ് ചെയ്യണമെന്നുള്ളത്. ഞാൻ അഭിനയിച്ച സിനിമകളുടെ ഒക്കെ ഫലകങ്ങളുണ്ട്. അതായത് 100 ദിവസം 50 ദിവസം കൂടിയ പടങ്ങൾ ചിലരൊക്കെ നടത്തും. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ എവിടെയൊക്കെ മാറ്റി വെച്ചേക്കായിരുന്നു. ഞാൻ ഇതുകൊണ്ട് വെച്ചപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതെല്ലാം എടുത്തുകൊണ്ട് അതിൻ്റെ സൈഡിൽ വെച്ചു. എന്താണെന്ന് വെച്ചാൽ ചോദിക്കുമ്പോൾ എനിക്ക് പറയണം, എടി ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ എത്തിയത്, അപ്പോൾ ഇതിനും ആ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്. ഈ നമ്മൾ കുടുംബത്തിലേക്ക് എത്തിയത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ കുടുംബം നൽകിയൊരു സപ്പോർട്ട്. കാരണം ഒരു ചെറിയ കാലയളവല്ല, 24 വർഷം, അതും സാർ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബ്രേക്കിംഗ് കഴിഞ്ഞിട്ട് ഒരു കംഫർട്ട് സോണൊക്കെ വിട്ട് വന്നിട്ടുള്ളൊരു കാലയളവാണ്. അപ്പം ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട്, പ്രത്യേകിച്ചും വൈഫിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആയിരുന്നു അതോ? അല്ല, സപ്പോർട്ട് എല്ലാ കാലത്തും ഉണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് മീഡിയ കമ്മ്യൂണിക്കേഷനാണ്. എനിക്കിതെല്ലാം വേറെ ജോലിയും ചെയ്യാൻ അറിയത്തില്ലെന്നറിയാം. പിന്നെ ചാനലിൽ ഞാനും എൻ്റെ വൈഫ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ച് തുടങ്ങി, സിനിമയിലൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നീട് തിരിച്ച് ചാനലിലേക്ക് പോകുമ്പം അത് പുള്ളിക്കാരിക്കും വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. തിരിച്ച് ചാനലിലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ സിനിമ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല, നിങ്ങൾക്ക് തിരിച്ച് ചാനലിൽ പോയി ജോലി ചെയ്തുകൂടെ എന്ന് എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. സിനിമയ്ക്ക് വേണ്ടി കുറച്ചുകൂടെ ശ്രമിച്ചുകൂടെ എന്ന് എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പം ആ കാര്യത്തിൽ ക്ലിയർ ആയിരുന്നു. പിന്നെ വേറൊരു പണിയും ചെയ്യാൻ അറിയാൻ മേലത്തിന് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു ടെൻഷനും എനിക്ക് തന്നിട്ടില്ല. പിന്നീട് സിനിമകളിൽ കുറച്ച് തിരക്കായി തുടങ്ങി. ഞാൻ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു 10 20 25 ദിവസമേ ഞാൻ മൊത്തത്തിൽ വീട്ടിലുണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ സിനിമ ലൊക്കേഷനിൽ ജീവിച്ച്. അതാണ് പള്ളിച്ചട്ടമ്പി ഒരു പ്രധാന കാരണമാണ്. കാരണം അത് 19 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ബാഗിൻ്റെ ഇടയ്ക്ക് വന്ന പടങ്ങളെല്ലാം ഇങ്ങനെ വീട്ടിലങ്ങനെ അധികം നിൽക്കാൻ ഉണ്ടായിട്ടില്ല. നമ്മൾ കുറേ നാൾ സിനിമ സെറ്റ് നിന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് നമ്മളൊരു സിനിമാ നടനാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. കാരണം സിനിമ സെറ്റ് നമുക്കെല്ലാം കിട്ടും. നമ്മളെ കെയർ ചെയ്യാൻ ആൾക്കാരുണ്ട്, നമ്മളോട് അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ അസിസ്റ്റൻ്റ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ ചായ വേണോ, വെള്ളം വേണോ, പാല് വേണോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ചേട്ടാ എന്താ പെട്ടെന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പോലും അറിയാതെ കൂടെ വരും, കസേര കൂടെ വരും. ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ നമ്മളൊരു സിനിമാ നടനാണ് എന്ന് പറയുന്ന ഒരു ബാഗേജ് നമ്മുടെ ഉള്ളിലുണ്ട്, ഉണ്ടായി വരും. അപ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന ഒരു ഇടമെന്ന് പറയുന്നത് എൻ്റെ വീടാണ്. ഞാൻ ചെല്ലുമ്പോൾ തന്നെ പറയും, പച്ചക്കറി തീർന്നു, മീൻ തീർന്നു, ചന്തയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്നു. ലിസ്റ്റ് എഴുതി കൈ തരുന്നു. ഞാനപ്പം തന്നെ ബർബൂഡ ഇട്ട് ടീഷർട്ട് ഇട്ട് നേരെ സ്കൂട്ടർ എടുത്ത് ചന്തയിൽ പോകുന്നു, അല്ലെങ്കിൽ കാർ എടുത്തുകൊണ്ട് മാർക്കറ്റിൽ പോകുന്നു, പച്ചക്കറി സാധനം എല്ലാം മേടിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കടയിൽ കയറി ചെല്ലുമ്പോൾ തന്നെ പുള്ളി ചോദിക്കും, പടമൊന്നും ഇല്ലേ ഇപ്പോൾ എന്ന് ചോദിക്കും.
അതിൽ തന്നെ നമ്മൾ ഒരു വർഷം സിനിമ ലൊക്കേഷനിലാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും. പടമൊന്നും ഇല്ല എന്ന് പറയും ഈ പച്ചക്കറി. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ ഈഗോയും മറ്റു സാധനങ്ങളെല്ലാം പൊളിഞ്ഞ് പണ്ടാരം അടങ്ങി. പിന്നെയും തിരിച്ച് സാധാരണക്കാരനായി ഒരാഴ്ച വീട്ടിൽ നിന്നിട്ട് സാധാരണക്കാരനായി വീണ്ടും തിരിച്ച് നമ്മൾ ലൊക്കേഷനിലേക്ക് പകപ്പോടെ ചെല്ലുന്നു, വീണ്ടും ഇതിലേക്ക്. അപ്പം അതൊരു വലിയ പ്രോസസ്സാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഈ ജോലികൾ എന്നെ ഏൽപ്പിക്കുന്നതും ഞാനിത് ചെയ്യാൻ പോകുന്നതും. അല്ലെങ്കിൽ നമുക്ക് എടി ആരെങ്കിലും വിളിച്ച് വിട്, അവനെ കൊണ്ട് സാധനം മേടിച്ചു, അല്ലെങ്കിൽ നീ വിളിച്ച് പറഞ്ഞോ കടയിൽ നിന്ന് സാധനം കൊണ്ട് ഈ സൗകര്യങ്ങളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. മൊബൈലിൽ ആപ്പിൽ ഞെക്കിയാൽ ഈ അടിച്ചു വെക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലെത്തും. പക്ഷേ അങ്ങനത്തെ ഒരു അപ്ഡേഷനിലേക്ക് കുടുംബം പോകാതെ ഇതൊക്കെ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതും ഈ പറയുന്ന നമ്മളെ ഒരു പഠനമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഈ നാട് അതിന് ഒത്തിരി സഹായിക്കുന്നില്ല ഈ ചോദ്യങ്ങൾ തന്നെ. ഉറപ്പായിട്ടും എപ്പോഴെങ്കിലും നാട്ടില് പ്രശാന്ത് നീരജ് സാർ വലിയ നടനാണ് എന്ന് പറയുന്ന ഒരു അംഗീകാരം അവരിൽ നിന്ന് നേരിട്ട് അനുഭവിച്ച് ഇല്ല ഇതുവരെ ഇല്ലില്ല. ഇവൻ ഇതൊക്കെ ഇപ്പം എൻ്റെ എനിക്കിപ്പോൾ ഈ അവാർഡ് കിട്ടിയപ്പം കുറേ പേരൊക്കെ നമ്മളോട് പറയണമെന്നില്ലല്ലോ, അവൻ അവാർഡൊക്കെ കിട്ടി, അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പിന്നെ ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ട്രേസാണ്. ഇപ്പോൾ പടമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നവരാണ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഇന്നലെ രാത്രിയിലും ലൊക്കേഷനിലായിരുന്നു, ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞാൻ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. എൻ്റെ ഇടയ്ക്കുള്ളൊരു സമയമാണ്. ചായ കുടിക്കാൻ കയറിയപ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു പടങ്ങളൊക്കെ ചെയ്ത് കയറി വാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇനി ഞാൻ എങ്ങോട്ട് കയറി പോകാനാണ്. അപ്പം നമ്മളുടെ ചിന്തയിൽ നമ്മൾ എവിടെയൊക്കെയാണ്, പക്ഷെ പൊതുജനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ എവിടെയും എത്തിയിട്ടില്ലാത്ത എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരും ഉണ്ടാവും. അത് അവരുടെ കുറ്റമല്ല. അപ്പം നമ്മൾ അത് തിരിച്ചറിയുന്നത് നല്ലതാണ്. കുറച്ചും കൂടെ അധ്വാനം വേണം. എന്തുകൊണ്ടായിരിക്കും അയാൾ? അപ്പോൾ അയാൾ കണ്ട സിനിമകളിൽ നമ്മളില്ല. അപ്പോൾ അയാൾ കണ്ട സിനിമ ഏതാണ്? ഇവിടെ ഓടി ഹിറ്റടിച്ച സിനിമയാണ്. അപ്പോൾ ഇനിയും ഓടാൻ സാധ്യതയുള്ള ഹിറ്റടിക്കുന്ന സിനിമകളിലേക്ക് കൂടുതൽ ശ്രമം നടത്തുകയും കാല് പിടിച്ച് എങ്ങനെയെങ്കിലും അതിൽ കയറാൻ ശ്രമിക്കും. ഇങ്ങനെയൊക്കെയുള്ള തോട്ട് പ്രോസസ്സ് ചിന്തകളൊക്കെ വരും എന്ന് പറഞ്ഞ് അങ്ങനെ ചോദിക്കുന്ന ഒരു നല്ല കാര്യമാണോന്നും എനിക്കറിയത്തില്ല. കാരണം ഒരു മനുഷ്യൻ്റെ കോൺഫിഡൻസിനെ ബ്രേക്ക് ചെയ്യുന്നതല്ലേ. അയാൾ നമ്മുടെ സുഹൃത്തൊന്നും അല്ലല്ലോ. നമുക്ക് തിരുത്താൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടെ ഒന്ന് എന്നോട് പടമൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയത്തുള്ളൂ. ഞാൻ ലൊക്കേഷനിൽ നിന്ന് ഇപ്പം ഫുൾ നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് രാവിലെ 6 മണിക്ക് പോകുന്ന വഴി എനിക്ക് ചെറിയ ചായക്കടകളിൽ നിന്ന് ചായ കുടിക്കുന്ന ഇഷ്ടം. കാരണം പെട്ടെന്ന് കിട്ടും, നല്ല ചായയാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ലൊക്കേഷനിൽ നിന്ന് ഉറക്കളച്ച് വരികയാണെങ്കിലും ഇപ്പോൾ പടമൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞിട്ടേ പോയി കിടന്ന് ഉറങ്ങത്തുള്ളൂ. കാരണം ഉണ്ടെന്ന് പറയാൻ എനിക്ക് എൻ്റെ മനസ്സനുവദിക്കുകയില്ല. ഇല്ലേന്ന് ചോദിക്കുന്ന ഒരാളോടുണ്ട് എന്ന് പറയാൻ നമ്മളെന്തോ സ്ഥാപിച്ചെടുക്കുന്ന പോലെ. ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ഏതാ പടം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം ഏതാ പടം എന്നുള്ളത്. ഈ പുരുഷ പ്രേതത്തിന് ശേഷം ഒരു മെയിൻ ക്യാരക്ടർ വരണം, അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടറിലേ ഞാൻ ചെയ്യൂ, അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ മലയാള സിനിമയിൽ. ഒരു മെയിൻ ക്യാരക്ടർ ചെയ്താൽ ഇനിയിപ്പോൾ അങ്ങനെ സിനിമകൾ ഞാൻ ചെയ്യൂ എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ ഏതെങ്കിലും സമയത്ത് എത്തിയിരുന്നോ? നമുക്ക് അങ്ങനെ ആഗ്രഹം വരും. ഞാൻ പുരുഷപ്രേതം കഴിഞ്ഞ സമയത്ത് ഞാൻ കൃഷ്ണാന്തനോട് പറഞ്ഞു, കൃഷ്ണാന്ത എനിക്ക് ഇനിയും വരുന്ന മുന്നോട്ട് വിളിച്ചിട്ടുള്ള സിനിമകളൊന്നും എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല, കാരണം ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കൃഷ്ണാന്ത പറഞ്ഞു, ചേട്ടാ അത് അപകടമാണ്, ചേട്ടൻ അങ്ങനത്തെ വേഷങ്ങളൊന്നും വരികയില്ല. ഈ സിനിമ ഇറങ്ങി ഒരു വർഷമെങ്കിലും കഴിയാതെ ചേട്ടനെ അങ്ങനെയൊന്നും ആരും കാസ്റ്റ് ചെയ്യത്തില്ല. ചേട്ടന് സർവൈവ് ചെയ്യാനുണ്ടെങ്കിൽ ചേട്ടൻ സിനിമ ചെയ്യാതിരിക്കുക. സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചെയ്തുകൊണ്ട് വന്ന പരിപാടികൾ ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആ എക്സൈറ്റ്മെൻറ്റ് കുറയും. പിന്നെ നമ്മളെ ചലഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് വരത്തുള്ളൂ. പിന്നെ പോകെ പോകെ നമുക്കിതെല്ലാം ഒരു രീതിയായിട്ടങ്ങ് മാറും. ഏറ്റവും നന്നായി ചെയ്യാനൊരു ക്യാരക്ടർ വേണം, എനിക്ക് അതുപോലൊരു ക്യാരക്ടർ വേണം, അങ്ങനെ മനസ്സിനെ പിടിച്ചു നിർത്തിയ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? നമ്മൾ കാരണം സിനിമ പഠിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ. ഇതുപോലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യണം, എനിക്ക് വരണം, അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? പണ്ട് കാലത്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നങ്ങനെ ആഗ്രഹിക്കുന്നത് അത്ര റിയലിസ്റ്റിക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഗ്രഹങ്ങൾക്കും അതിരുകൾ അതല്ല, ഇപ്പം നമ്മൾക്ക് സിനിമയിൽ സർവൈവ് ചെയ്ത് പോകാൻ, മുന്നോട്ട് പോകാൻ വേണ്ടി ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യപ്പെടുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പോലീസ് വേഷങ്ങൾ ഇപ്പോൾ എനിക്ക് നിറയെ വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ കഴിഞ്ഞൊരു പടം ചെയ്തത് കൊടൂര വില്ലൻ നെഗറ്റീവ് പോലീസ് വേഷമാണ്. അത് ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്തപ്പോൾ എനിക്കൊരു ഭയങ്കര ഫണ്ണുണ്ടായിരുന്നു. ജഗദീഷ് ചേട്ടനും ഉർവശി ചേച്ചിയൊക്കെ അഭിനയിക്കുന്ന റൂം നമ്പർ 9 എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഒരു അമേരിക്കൻ മലയാളിയാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. വിലാസ് എന്ന് പറഞ്ഞ അമേരിക്കൻ മലയാളി പ്രൊഡ്യൂസറാണ്. നല്ലൊരു ഗ്രൂപ്പായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ അഭിനയിച്ചപ്പോൾ എനിക്കൊരു കിക്ക് കിട്ടി. ബാക്കി പോലീസ് വേഷങ്ങളെന്ന് പറഞ്ഞാൽ കോമഡി ടച്ചുള്ള പോലീസ് വേഷങ്ങൾ. അപ്പോൾ ഞാൻ ആ ക്രൂരവേഷം ചെയ്തിട്ട് കോമഡി ചെയ്തപ്പം എനിക്ക് രസം തോന്നി. പിന്നെ കണ്ടിന്യൂസ് വരുന്നതൊക്കെയും കോമഡി പോലീസ് വേഷങ്ങളാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഒരു കോമഡി പോലീസ് വേഷം മറ്റൊരു കോമഡി പോലീസ് വേഷം ആകാതിരിക്കുന്നത് എന്ന് പറയുന്ന ചിന്തകളിലേക്ക് പോകും. എനിക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. ഞാൻ ഇത് തന്നെ അതിലും ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാതിരിക്കാം. ഞാൻ ആ ഓപ്ഷൻ ചോദിക്കാം ഡയറക്ടറിനോട്. ഞാനിപ്പോൾ 2 പടത്തിൽ ഇത് തന്നെയാണ് ചെയ്തത്, വേറെ ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഇത് തന്നെ ചെയ്തോളാം. കാരണം അതെനിക്ക് കിട്ടിയൊരു പ്ലേസ്മെൻറ്റാണ്. ഈ പ്ലേസ്മെൻറ്റ് ഇല്ലാതെയാണ് ഞാൻ വർഷങ്ങളോളം കറങ്ങിയത്. അപ്പോൾ ഞാനത് ചെയ്യും, എങ്ങനെ മാറ്റി ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കും.
അല്ലാതെ ഇങ്ങനെ ഒരു വേഷം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേഷം എനിക്ക് വേണം എന്ന്. അങ്ങനെ നോക്കി നമ്മൾ എൻജോയ് ചെയ്ത എല്ലാ വലിയ വേഷങ്ങളും നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നും. പക്ഷേ നമ്മളെ അതിലേക്ക് ഇപ്പം അങ്ങനെയാണ് ഞാൻ ഇപ്പം കൃഷാന്തിനെ, എബ്രിഡ് ഷൈനിനെ ഒക്കെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പരിപാടികൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കൃഷാന്ത് അങ്ങനെയാണ്. കൃഷാന്തിൻ്റെ എല്ലാ സിനിമകളിലും ഞാനില്ല, പക്ഷേ കൃഷാന്ത് എന്നെ വിളിക്കുന്ന സിനിമയിൽ എനിക്ക് ഒരു പ്രയോജനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒട്ടനവധി ഫിലിം മേക്കേഴ്സിൻ്റെ ഇഷ്ടപ്പെട്ട ലിസ്റ്റിലേക്ക് എത്തണം. അപ്പോൾ ഇതൊക്കെ വന്നോളും. ഈ രണ്ട് രീതിയിലാണോ നിങ്ങൾ കാസ്റ്റ് ചെയ്യപ്പെടുക? ഞാൻ ഉദ്ദേശിച്ചത് ഈ സിനിമാ നടന്മാർ, ഒന്ന് രൂപം കൊണ്ട്, ഒന്ന് അഭിനയശേഷി കൊണ്ട്. അപ്പോൾ ഈ അഭിനയശേഷി തിരിച്ചറിഞ്ഞതായിരിക്കും ഒരു കൃഷാന്ത് അല്ലെങ്കിൽ ബ്രിഷൻ ഉൾപ്പെടെയുള്ളവർ ആ ഒരു ഈ രീതിയിൽ അഭിനയിപ്പിക്കാം എന്ന് കരുതി കാസ്റ്റ് ചെയ്യുന്നതും, ഈ രൂപം ഫേസ് രണ്ട് രീതിയിലും സംഭവിക്കാം, രണ്ടും കൊണ്ടും സംഭവിക്കാം. ഈ ഒരു വർഷം നമ്മളിപ്പോൾ ഈ ഓണവിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തുവാൻ പോകുന്ന ഏറ്റവും മെയിൻ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സിനിമകളാണ്? അങ്ങനെ ഈ പറഞ്ഞ വലിയ സിനിമകളിലൊന്നും ഇപ്പം ഞാൻ പള്ളിച്ചട്ടമ്പിയും ബോളിവുഡ് ടൈംസും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്ത മുഴുവൻ കഥാപാത്രത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകളാണ്. അതിലൊരു സൂപ്പർ സ്റ്റാർ പടങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ജഗദീഷ് ചേട്ടനും ഉർവശി ചേച്ചിയുള്ളൊരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അതാണി പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുള്ള. ജോജു നായകനാണ്. ആശയിൽ ഞാനൊരു 2 ദിവസത്തെ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ആ സിറ്റുവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. അല്ലാതെ എനിക്ക് സിനിമയിൽ അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൊരു പരിപാടി, പെർഫോമൻസ് ഉള്ളൊരു പരിപാടിയൊന്നുമില്ല. പക്ഷേ ആ സീക്വൻസ് എന്തോ ഒരു വലിയ സമയത്താണ് നടക്കുന്നത്. അവിടെ വന്നു പോകുന്നൊരു ക്യാരക്ടറാണ്. പിന്നെ ചെയ്തത് മുഴുവൻ പുതിയ ആൾക്കാർ സംവിധാനം ചെയ്തിട്ടുള്ള പുതിയ സിനിമകളാണ്. നമ്മുടെ പ്രേമലുവിലെ ശ്യാമും അനഘയെ അഭിനയിച്ച ശങ്കർ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ചെയ്തൊരു സിനിമ ട്രിവാൻഡ്രത്ത് ചെയ്തു. പഴയ മാനന്തക്കൊട്ടാരമൊക്കെ ചെയ്ത സുനിൽ സാറ് ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമ ചെയ്തു. പിന്നെ സുധി എന്ന എന്ന് പറഞ്ഞ ഒരു ചിത്രകാരനുണ്ട്, അദ്ദേഹം ഒരു സിനിമ ഫീമെയിൽ ഓറിയൻറ്റഡ് ഒരു ഫിലോമിന എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പം പ്രജോത് കലാഭവൻ ഡയറക്റ്റ് ചെയ്യുന്ന എബ്രിഡ് ഷൈൻ്റെ പ്രേമഭ്രാന്തിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സിനിമകളാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്തതും വരാനിരിക്കുന്നതുമല്ല. ഈ നമ്മുടെ ഒരു ഹിന്ദി സിനിമ ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹിന്ദി സിനിമ സ്കാം 92 എന്ന് പറഞ്ഞ സീരീസൊക്കെ എഴുതിയ ആളൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആ സിനിമയിൽ അഭിനയിച്ചു. ഞാൻ ചോദിക്കാൻ പറ്റുമായിരുന്നു, അന്യഭാഷാ ചിത്രങ്ങളിലേക്കുള്ള ഒരു കടന്നുവരവ് എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ ചെറുതൊക്കെ ചെയ്തൊക്കെ പോകുന്നുണ്ട്. ഈ മലയാള സിനിമയിൽ ഈ സംവിധായകരെല്ലാവരും അഭിനയത്തിലേക്ക് വരുന്ന ഒരു സമയമാണല്ലോ. എങ്ങനെയാണ് സംവിധാനത്തിലേക്ക് തിരിച്ചൊരു സ്റ്റെപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് അറിയത്തില്ല. ജീവിതത്തിലെല്ലാം സംഭവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ ഒന്നും അറിയാത്തൊരു കാലഘട്ടത്തിലൊരു സംവിധാനമായിട്ട് എടുത്ത് ചാടുന്നതും നമുക്ക് കുറച്ച് പ്രായവും കുറച്ച് സിനിമയിൽ എക്സ്പീരിയൻസും ഒക്കെ ആയിട്ട് സംവിധാനത്തിലേക്ക് ഇറങ്ങുന്ന തമ്മിൽ അച്ചകചാന്തര വ്യത്യാസമുണ്ട്. അപ്പോൾ അത്ര ഒരു എക്സൈറ്റ്മെൻറ്റും ആവേശമൊന്നും എനിക്ക് ആ പണി ചെയ്യണം എന്നുള്ള തോന്നലൊന്നും എൻ്റെ മനസ്സിലില്ല. ചെയ്തു കൂടായികയില്ല. കാരണം ചിലപ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയാൽ ചിലപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചിറങ്ങിയേക്കാം. ഞാൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല. സംവിധായകർ അഭിനയത്തിലേക്ക് വരുന്നത് പ്രത്യേകിച്ചും രൂപഗുണം കൊണ്ട്, ഒന്നാമത്തെ കേസ്. 2, അവരോടുള്ള ജനങ്ങളുടെ ഇഷ്ടം. പിന്നെ അവർ എന്തെങ്കിലും ഒരു ചെറിയ സാധനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അംഗീകാരം, ഇതൊക്കെ ഒരു കാരണമാകാറുണ്ട്. സംവിധായകർ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് പടം ചെയ്യാൻ പറ്റില്ല. ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പടം. അവർക്കും സർവൈവ് ചെയ്യണ്ടേ. അഭിനയം എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണല്ലോ. അതെ, പ്രത്യേകിച്ചും അവർക്ക് കുറച്ച് കൂടുതലായിട്ട് കൂടി ലഭിക്കും. എനിക്ക് ഇന്ന സംവിധായകൻ്റെ പടത്തിൽ അഭിനയിക്കണം, പടൂർ ഗോപാലകൃഷ്ണൻ പോലുള്ള ആളുകളുടെ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടണം, അവരുടെ ഒരു ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ അതിന് ശ്രമിക്കാറുണ്ടോ? ആഗ്രഹം എന്തായാലും ഉണ്ടാകും. ഇപ്പോൾ ചോദിച്ചപ്പോൾ അടൂർ സാറിൻ്റെ സിനിമയിൽ അടൂർ സാറ് വിളിച്ചാൽ അതൊരു വലിയ അംഗീകാരമാണ്. അതെ. പക്ഷേ ഞാൻ അടൂർ സാറിൻ്റെ സിനിമകളെന്ന് പറഞ്ഞാൽ എലിപ്പത്തായം, വിധേയൻ, പിന്നെ 4 പെണ്ണുങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സിനിമകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ എലിപ്പത്തായൊക്കെ അത്ഭുതപ്പെടുത്തിയ സിനിമകളാണ്. അതിലൊന്നും എനിക്ക് എന്നെ എവിടെയും പ്ലേസ് ചെയ്യാൻ പോലും എനിക്ക് പറ്റാറില്ല. ഈ ഭയങ്കര ക്യാരക്ടേഴ്സിനോട് രൂപവുമായിട്ട് അത്ര ബ്ലെൻഡായി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് അടൂർ സാറിൻ്റെ സിനിമകളിലുള്ളത്. അടൂർ സാർ നമ്മളെയൊക്കെ വിളിച്ചാൽ സാറ് നമ്മളെയൊക്കെ കണ്ടിട്ടുണ്ടോ ദൈവമേ, അതൊരു അംഗീകാരമായിട്ട് നമുക്ക് തോന്നും. നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ നമ്മൾ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സിനിമയിൽ വന്നിട്ട് ആദ്യം പരിചയപ്പെട്ടത് സത്യനന്ദിക്കാട് എന്ന് പറഞ്ഞ സംവിധായകനാണ്.
അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എനിക്ക് ഇതുവരെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് സത്യനദിക്കാട് സിനിമ, പ്രിയദർശൻ സിനിമ, ഷാജി കൈലാസ് സിനിമ. പിന്നെ ഇങ്ങോട്ട് ഒട്ടനവധി സംവിധായകരുണ്ട് ആ കൂട്ടി. നമ്മൾ പണ്ട് ചെറുപ്പം മുതലേ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ലെജൻസ് ആയിട്ടുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡയറക്ടേഴ്സ് ഇങ്ങനെ ഒട്ടനവധി. കമൽ സാറിൻ്റെ സിനിമയിലാണ് തുടങ്ങിയത്. അതുകൊണ്ട് ലാൽ ജോസിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അഭിനയിക്കാൻ പോയ ഡയറക്ടേഴ്സാണ് ഇതൊക്കെ. പ്രിയൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല, സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല. അതൊക്കെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നതാണ്. അവരുടെ സിനിമകളൊക്കെയാണ് സിനിമ കാണാൻ നമ്മളെ ഇഷ്ടപ്പെടുത്തിയതും നമ്മൾ അവരുടെ സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ വേഷം കെട്ടി ചെറുപ്പം മുതലേ നടക്കുന്ന. അപ്പോൾ അവരുടെയൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഭൂതി ഭയങ്കര വലുതായിരിക്കും. അതിൻ്റെ വലിപ്പം, ചെറുപ്പം, പണം ഒന്നും അവിടെ ബാധകമല്ല. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഡയറക്ടർ, എനിക്ക് അൻവർ റഷീദിൻ്റെ സിനിമയിൽ അഭിനയിക്കും എന്നുള്ള വലിയ, അമൽ നീരദിൻ്റെ പടത്തിൽ അഭിനയിക്കും എന്നുള്ള വലിയ ആഗ്രഹമാണ്. അതുപോലെ ഒട്ടനവധി സംവിധായകരുണ്ട്. ജോണിച്ചേട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ചിദംബരത്തിൻ്റെ പടം, ക്രിസ്റ്റോ ടോമി ഉള്ളൊഴുക്ക് ചെയ്ത് ക്രിസ്റ്റോയുടെ സിനിമകളിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ അത് പറഞ്ഞു വന്നപ്പോഴാണ് മറ്റൊരു കാര്യത്തിലേക്ക് എത്തിക്കേണ്ടി വരുന്നത്. അതായത് ഇപ്പോൾ ഈ സദാചാരത്തെ, ഇപ്പോൾ സ്പായൽ അനുഭവം പറഞ്ഞല്ലോ, 2 ദിവസം എടുത്ത് ഒരു ഷൂട്ട്, വളരെ വലിയ തരത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരിടം. പക്ഷേ ഈ മലയാളിയുടെ സദാചാര ബോധം വളരെ വലിയ തരത്തിൽ കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇപ്പം നോക്കൂ, മിസ്സ എന്ന നാടകം അത് ഒന്ന് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്നതിൽ ചോദ്യമില്ല, എന്താണ് ആ നാടകം എന്നതിനെക്കുറിച്ച് ചോദ്യമില്ല. പക്ഷേ അഭിനേത്രി ആ വേദിയിലിട്ട വസ്ത്രം അല്ലെങ്കിൽ അവരുടെ ആ 1-2 ഷോട്ട് വെച്ചിട്ട് മാത്രമാണ് അതിനെ ഈ രീതിയിൽ വിമർശനാത്മകമായി വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സദാചാര ബോധം വല്ലാണ്ട് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ടതുള്ളത് പ്യുവർ പൊളിറ്റിക്സ് ആണ്. പിന്നെ ഇത് ഉന്നയിച്ചത് ആരാണെന്നുള്ളതും ഈ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരാണെന്നുള്ളതും ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും അത്ര വലിയ ധാരണയൊന്നുമില്ല. ചിലപ്പോൾ ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും വേണ്ട ഒരു ഫോട്ടോ കണ്ടിട്ടായിരിക്കും അവർ അതിലേക്ക് പ്രതികരിക്കുക. അല്ലാതെ ഇതിനെപ്പറ്റി പഠിച്ചിട്ടോ നാടകത്തെപ്പറ്റി പഠിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രമേയം എന്ന് അറിഞ്ഞിട്ടോ ഒന്നും ആയിരിക്കണമെന്നൊന്നുമില്ല. ഭയങ്കര പൊളിറ്റിക്കലായിട്ട് അതിനെ കാണാൻ ശ്രമിക്കുന്നതുകൊണ്ട് ആ ആരാണോ ആ പ്രോഗ്രാം അവതരിപ്പിച്ച ആ സംഘാടകർക്കെതിരെ പറയാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ഇങ്ങനത്തെയൊക്കെയാണോ നിങ്ങൾ ചോദ്യം, ഈ വേദിയിൽ ഇതാണോ അവതരിപ്പിക്കുന്നതൊക്കെ ചോദിക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിന് പ്രമേയം അറിയാമെന്നുണ്ടെങ്കിൽ എന്താണ് അവർ ചെയ്യാൻ ശ്രമിച്ചതെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ അവിടെ പ്രസക്തിയില്ല. പിന്നെ അവർ കലാകാരന്മാരെ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ ഉപരി അത് അവതരിപ്പിച്ച സംഘടന, അത് സ്റ്റേജ് ചെയ്ത സംഘടനയുടെ പ്രവർത്തനങ്ങളെ അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തെയുമാണ് ലക്ഷ്യമിട്ടിരുന്നത്. അപ്പോൾ അത് പ്യുവർ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെയൊന്നും പൊതുസമൂഹം അങ്ങനെ കാര്യമായി ശ്രദ്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണല്ലോ ബാക്കി ആരും അതിനെ സപ്പോർട്ട് ചെയ്യാഞ്ഞത്. അത് ഈ മാറ്റങ്ങൾ, പരീക്ഷണങ്ങൾ, അതിന് വലിയൊരു വേദി മലയാളത്തിലുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂഡിറ്റി മാറ്റങ്ങളും പരീക്ഷണങ്ങളും എല്ലായിടത്തും, നമ്മൾ മലയാളം എന്ന് മാത്രം ചിന്തിക്കണം, മാറ്റങ്ങളിലും പരീക്ഷണങ്ങളിലും കൂടെയാണല്ലോ സമൂഹം ലോകം തന്നെ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഈ പരീക്ഷണങ്ങളുടെ ഇടയിലൂടെയാണ് താങ്കളെന്ന അഭിനേതാവ്. അപ്പോൾ ആ പരീക്ഷണങ്ങൾ ഞാൻ ഇന്ന തരത്തിലും പരീക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഈ അഭിനയ ജീവിതത്തിൽ താങ്കൾ ആഗ്രഹിക്കുന്ന പോലുള്ള കഥാപാത്രങ്ങൾ, താങ്കൾ ആഗ്രഹിക്കുന്ന സംവിധായകരുടെ സിനിമകളിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓണവിശേഷം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും അതെ, താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും കൈരളി ന്യൂസിൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. എല്ലാ പ്രേക്ഷകർക്കും, കൈരളി ന്യൂസിനും, എല്ലാ മലയാളികൾക്കും, എല്ലാവർക്കും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.